ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ ദൃശ്യസാക്ഷ്യം പരമ്പരയുടെ 13-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരമ്പരയുടെ ഇന്നത്തെ ഈ ഭാഗം 2 പ്രമുഖരായിട്ടുള്ള അതിഥികളാണ് നമുക്കുള്ളത്. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകൻ, എഴുത്തുകാരൻ, ഡോക്യുമെന്ററി സംവിധായകൻ എന്നിങ്ങനെ അധ്യാപകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഏറെ പ്രശസ്തനായ ശ്രീ CS വെങ്കിടേശ്വരൻ, അതുപോലെ സിനിമാ സംവിധായിക, ഡോക്യുമെന്ററി ഫിലിം മേക്കർ, അധ്യാപിക, ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രതിഭ തെളിയിച്ച കുമാരി മുക്ത ദീദി ചന്ദ് എന്നിങ്ങനെ 2 പേരാണ് നമ്മുടെ ഇന്നത്തെ ദൃശ്യസാക്ഷ്യം പരമ്പരയിലെ അതിഥികൾ. മലയാളത്തിലെ പ്രശസ്തമായ ഡോക്യുമെന്ററികൾ നമ്മളുടെ ശ്രോതാക്കളെ പരിചയപ്പെടുത്തുകയും അതിന്റെ അനുഭവങ്ങൾ, ആ ഡോക്യുമെന്ററി ഫിലിം മേക്കിങ്ങിന്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ പരിപാടിയിലേക്ക് 2 പേരെയും, CS വെങ്കടേശ്വരൻ സാറിനെയും അതുപോലെ മുക്ത ദീദി ചന്ദിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം CS വെങ്കടേശ്വരൻ സാറ് സംസാരിക്കും. അതിനുശേഷമാണ് നമ്മൾ ശ്രീമതി മുക്തയിലേക്ക് പോകുന്നത്. വെങ്കടേശ്വരൻ സാറിനെ കുറച്ച് വാക്കുകൾ കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്താം. അദ്ദേഹം മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും സിനിമാ നിരൂപകനുമാണ്. അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററികൾ, അദ്ദേഹം കുറച്ച് ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചിട്ടുള്ളതാണ്. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലും അദ്ദേഹം അധ്യാപകനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വെങ്കടേശ്വരൻ സാറിന്റെ മൈക്ക് ഓൺ ആക്കിയപ്പോഴായിരിക്കും തോന്നുന്നു. അദ്ദേഹത്തിന്റെ നിരവധി ലേഖനങ്ങൾക്ക് സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2002 ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2009 ബെസ്റ്റ് ഫിലിം ക്രിറ്റിസിസത്തിന് അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചു. 2011 കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 150ഓളം സിനിമകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സബ് ടൈറ്റിലുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ 3 ഡോക്യുമെന്ററികൾ, മെഗാ നെറേറ്റീവ്സ് ആർ ഫാന്റാസ്റ്റിക് എന്ന് പറയുന്ന ഡോക്യുമെന്ററി, അതിന്റെ 1-2 ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. സിനിമയുടെ രാഷ്ട്രീയം എന്ന വളരെ പ്രശസ്തമായ ഒരു കൃതിയുടെ കർത്താവും, എന്റെ കേരളം എന്ന വളരെ പ്രശസ്തമായ ഒരു ടെലിവിഷൻ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ ചിന്താ രവി, K. രവീന്ദ്രൻ എന്ന ചിന്താ രവി എന്നാണ് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററികളാണ് 2. അതുപോലെ കേരളത്തിലെ നക്സൽ പ്രസ്ഥാനം ആരംഭിക്കുന്ന കാലത്ത് അതിന്റെ ഒരു വനിതാ സാന്നിധ്യം ആയിരുന്ന മന്ദാകിനി നാരായണൻ, കുന്നത്ത് നാരായണന്റെ ഭാര്യയും നമ്മൾ അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകയൊക്കെ ആയ ശ്രീമതി K. അജിതയുടെ മാതാവുമായ മന്ദാകിനി നാരായണനെ കുറിച്ചുള്ള മറ്റൊരു ഡോക്യുമെന്ററി, മാ തോ മാ എന്നാണ് അതിന്റെ പേര്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഡോക്യുമെന്ററി, അത് ശ്രീ MR രാജനുമായിട്ട്, പ്രമുഖ ഡോക്യുമെന്ററി സംവിധായകനായിട്ടുള്ള MR രാജനുമായിട്ട് അദ്ദേഹം ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. പകർനാട്ടം, കൂടിയാട്ടം കലാകാരനായ അമ്മന്നൂർ മാധവ ചാക്യാരുടെ ജീവിതത്തിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ചെയ്ത മറ്റൊരു ഡോക്യുമെന്ററി പകർനാട്ടം. 3 തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഡോക്യുമെന്ററികളാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ശ്രീ CS വെങ്കടേശ്വരൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും.
നന്ദി ഹേമ. ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് കേൾക്കാമോ ക്ലിയർ ആയിട്ട്? ഓഡിബിൾ ആണ്, ക്ലിയർ ആണ്. അപ്പോൾ വളരെ നന്ദി ഈ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചതിന്. ഒപ്പം പ്രിയപ്പെട്ട രാജേന്ദ്രൻ, മുക്ത, എല്ലാവരെയും എല്ലാവരും കൂടി ഉണ്ട് എന്നുള്ളത് കൂടുതൽ സന്തോഷകരമാണ്. ഞാൻ വളരെ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, എങ്കിലും ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ, ഞാൻ പങ്കാളിയായ ഡോക്യുമെൻ്ററികളെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമത്തെ കാര്യം, പ്രാഥമികമായി ഞാനൊരു ഡോക്യുമെൻ്ററി ഫിൽം മേക്കർ അല്ല. ഈ ചെയ്ത ഡോക്യുമെൻ്ററികളെല്ലാം തന്നെ പല കാരണങ്ങൾ കൊണ്ട് സുഹൃത്തുക്കളുടെ സമ്മർദ്ദം മൂലവും സഹകരണം മൂലവും സംഭവിച്ച ചില ഡോക്യുമെൻ്ററികൾ. അല്ലാതെ ഡോക്യുമെൻ്ററി ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ സിനിമാ നിർമ്മാണം പഠിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുകയോ ചെയ്തിട്ടുള്ള ആളല്ല ഞാൻ. എൻ്റെ പ്രാഥമികമായ മേഖല സിനിമയോട് തുടക്കം മുതൽ തന്നെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഫിലിം സൊസൈറ്റി പ്രവർത്തകനായിരുന്നു ഒരുപാട് കാലം, 70-കൾ മുതൽ. അങ്ങനെ സിനിമയെക്കുറിച്ച് എഴുതുകയായിരുന്നു എൻ്റെ ഒരു കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം 1-2 ഡോക്യുമെൻ്ററികൾ എന്താ പറയുക, ഒരു സന്ദർഭവശാൽ ചെയ്യുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഞാൻ ഡോക്യുമെൻ്ററി ഫിൽം മേക്കർ അല്ല എന്ന് തന്നെ പറയുന്നത്. ഈ 3 ഡോക്യുമെൻ്ററിയെ കുറിച്ചും അതുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് മാത്രം വളരെ ഹ്രസ്വമായ രീതിയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഒരു 1994-95 ചെയ്ത പകർന്നാട്ടം അമ്മന്നൂർ ദ ആക്ടർ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി വാസ്തവത്തിൽ അമ്മന്നൂർ മാധവ് ചാക്യാർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള, ഒരു പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ടിട്ടുള്ള കൂടിയാട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നടൻ ആയിട്ടുള്ള അമ്മന്നൂർ മാധവ് ചാക്യാരെ കുറിച്ചുള്ള ഒരു രേഖാചിത്രമാണത്. അത് പല കാരണങ്ങളോട്. ഒന്ന്, അമ്മന്നൂർ മാധവ് ചാക്യാർ, ഞാൻ ഇരിഞ്ഞാലക്കുടയാണ് ഞാൻ സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പോയതിൽ ഇരിഞ്ഞാലക്കുടയിലാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്മന്നൂരിൻ്റെ വീടും. അപ്പോൾ ഞാൻ സ്കൂൾ കാലം തൊട്ട് തന്നെ അമ്മന്നൂർ മാധവ് ചാക്യാരുടെ കൂത്തും കൂടിയാട്ടവും കണ്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ ഒരു വലിയ ആരാധനാപാത്രവും എനിക്ക് വലിയ അങ്ങേയറ്റം ബഹുമാനവും സ്നേഹവും ആദരവുമുള്ള ഒരു കലാകാരൻ കൂടിയാണ് അമ്മന്നൂർ. അപ്പോൾ അത് അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യണം എന്നുള്ള എം ആർ രാജൻ്റെ മുൻകൈ. എം ആർ രാജൻ്റെ ഡോക്യുമെൻ്ററിയാണ് യഥാർത്ഥത്തിൽ ഞാൻ സഹായിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ എം ആർ രാജൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതിന് ശേഷം ഒരു ഡോക്യുമെൻ്ററി ചെയ്യാമെന്നും അത് ഞങ്ങളുടെ സുഹൃത്തായിരുന്നു ഇപ്പം അന്തരിച്ചുപോയ PG മോഹൻ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളത് അത്തരം സംരംഭത്തിൽ പുറപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ കൂടിയാട്ടത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായിട്ടുള്ള സാങ്കേതികമായ വശങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അത്ര ധാരണയൊന്നുണ്ടായിരുന്നില്ല. അക്കാര്യത്തിൽ ഞങ്ങളെ സഹായിച്ചത് AV നാരായണൻ എന്ന് പറയുന്ന ഒരു ചാക്യാർ, ആ കുടുംബത്തിൽ തന്നെ പെട്ട, ഇപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന AV നാരായണനാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ഒരു പക്ഷേ അതിൻ്റെ ഒരു എങ്ങനെയാണ് ഇത്തരമൊരു അമ്മന്നൂരിനെ പോലുള്ള ഒരു വലിയ മഹാനടനെ ഒരു 70 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ് കൊണ്ടൊരു ചലച്ചിത്രം പോലുള്ള മാധ്യമത്തിൽ കൂടിയാട്ടം പോലെ എന്താ പറയുക, ഒരു അംഗത്തിൻ്റെ ഒരു ഭാഗം അഭിനയിക്കാൻ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രത്യേക നാടകകല, ഒരു ഏറ്റവും പ്രാചീനമായ, ഒരു പക്ഷേ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന, ഇപ്പോഴും അവതരിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രാചീനമായ ഒരു നാടകരൂപം, അത്തരമൊരു രൂപത്തെ വളരെ ദൈർഘ്യത്തോടുകൂടി അങ്ങേയറ്റം ഇംപ്രവൈസേഷൻസിനും ഓരോ നടനും അഭിനയപാഠവും അവതരിപ്പിക്കാനുള്ള അവസരമുള്ള ഒരു വളരെ സവിശേഷമായ ഒരു നാടക അഭിനയ കലാരൂപമാണത്. അപ്പോൾ അതിനെ സിനിമ പോലുള്ള ഇത്തരമൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനകം എങ്ങനെയാണ് ഇത്തരമൊരു നടനെ അല്ലെങ്കിൽ കൂടിയാട്ടം പോലുള്ള കലയെ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു വാസ്തവത്തിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളത് കുറേ ഗവേഷണമൊക്കെ നടത്തി. യഥാർത്ഥത്തിൽ അദ്ദേഹവുമായിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ വേഷമില്ലാതെ തന്നെ ചില ഡെമോൺസ്ട്രേഷൻസ്, പിന്നെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ശരിക്കും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ചില പെർഫോമൻസസ്, ഇങ്ങനെയാണ് നമ്മളത് ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് വളരെ അദ്ദേഹത്തിൻ്റെ ഒരു സഹകരണം ഉള്ളതുകൊണ്ടും നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അത് നമ്മൾ ഫിലിമിൽ തന്നെ ചെയ്തൊരു സിനിമയാണ്. 6 നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്, സെല്ലോയിഡ് ചെയ്ത സിനിമയാണ്. അപ്പോൾ കൂത്തമ്പലത്തിലും മറ്റു പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇരിഞ്ഞാലക്കുട കൂത്തമ്പലത്തിലും വടക്കാൻ ക്ഷേത്രത്തിലൊക്കെ ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിലൊരു പ്രാഥമിക ചാലഞ്ച് എന്ന് പറയുന്നത് ഇത്തരം കൂടിയാട്ടം പോലുള്ള ഒരു വളരെ ദൈർഘ്യമേറിയ ഒരു നാടകാവതരണത്തെ, അതുപോലെ അമ്മന്നൂർ പോലുള്ള വളരെ പ്രഗത്ഭനായ ഒരു നടനെ, അദ്ദേഹത്തിൻ്റെ അഭിനയസിദ്ധിയെ എങ്ങനെ ഒരു ഡോക്യുമെൻ്ററിയുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരും എന്നുള്ള ചാലഞ്ച്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും അതിനെ ഒരു വലിയ രീതിയിൽ ഇൻഫോർമേറ്റീവ് എന്ന് പറയാവുന്ന രീതിയിലല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ കഴിയുന്നത്ര അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയെക്കുറിച്ചും വളരെ
അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കലയെക്കുറിച്ചുമുള്ള വളരെ ഹ്രസ്വമായിട്ടുള്ള ചില സംഭാഷണങ്ങളിലൂടെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്ക് വലിയൊരു ഭാഗ്യമുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പ്രായമുണ്ടായിരുന്ന സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരുപാട് വിദ്യാർത്ഥികളെ. അത്തരമൊരു സമയത്താണ് അദ്ദേഹത്തെ അത്തരമൊരു നടനെ നമുക്ക് എന്താ പറയുക രേഖപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മാണി മാധവ ചാക്യാരെ കുറിച്ചുള്ള കാവാലം നാരായണ പണിക്കരുടെ ഒരു രേഖാചിത്രം ഒഴിച്ചാൽ ഒരു കൂടിയാട്ടത്തെക്കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട ഒരു രേഖ കൂടിയായി തീർന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംഭാവന. അതിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മളുടെ മാത്രം ഒരു കഴിവല്ല. എനിക്ക് തോന്നുന്നു അമ്മിൻ്റെ പോലുള്ള നടൻ്റെ ഒരു സാന്നിധ്യം സിനിമയെ സഹായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത് ചെയ്ത മാതാ ടു മാ എന്ന് പറയുന്ന മന്ദാകിനി നാരായണനെ കുറിച്ചുള്ള ഒരു ചിത്രം ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതുപോലെ മന്ദാകിനി നാരായണൻ, അല്ലെങ്കിൽ കുന്നിക്കൽ നാരായണൻ്റെ ഭാര്യ അജിതയുടെ അമ്മയായിട്ടുള്ള മന്ദാകിനി നാരായണൻ എന്ന് പറയുന്ന ഗുജറാത്തുകാരുടെ യാത്രയുണ്ട്. ഗുജറാത്തിൽ നിന്ന് ബോംബെയിലേക്ക് വരികയും ബോംബെയിൽ വെച്ച് കുന്നിക്കൽ നാരായണനെ പരിചയപ്പെടുകയും CPIയിൽ അവർ രണ്ടുപേരും വളരെ സജീവമായി പ്രവർത്തിക്കുകയും അതിനുശേഷം കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പിന്നീട് CPM രൂപീകരിക്കുകയും അങ്ങനെ വലിയൊരു അവരുടെ ഒരു ജീവിതയാത്ര തന്നെ വളരെ സങ്കീർണവും വളരെ സമ്പന്നവും സംഭവബഹുലവുമാണ് അതിൽ. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ മന്ദാകിനിയായിട്ട് അറിയുന്ന ആ കാലത്ത് ജീവിച്ചിരുന്ന, കോഴിക്കോട് ജീവിച്ചിരുന്ന എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ അങ്ങേയറ്റം സ്നേഹം തോന്നുന്ന, എല്ലാവരെയോടും സൗഹൃദം പുലർത്തുന്ന, എല്ലാത്തിലും താല്പര്യമുള്ള, സാഹിത്യമായാലും ചിത്രകലയായാലും സംഗീതമായാലും സിനിമയായാലും എല്ലാത്തിലും താല്പര്യമുള്ള ഒരു അമ്മൂമ്മയെ പോലുള്ള ഒരു സാന്നിധ്യമായിരുന്നു മന്ദാകിനി നാരായണൻ. അപ്പോൾ നമ്മൾ നിരന്തരം അവിടെ വീട്ടിൽ പോവുകയും സംസാരിക്കുകയും നിരന്തരം സംഘം ചേരലുകളിലും ഭാഗമായിരുന്നു അത്തരം ഒരു ആശയത്തിൻ്റെ ഒരു ഉണ്ടായി വന്നത്. അപ്പോൾ സുഹൃത്തുക്കളുടെ നിർബന്ധം പോലും യഥാർത്ഥത്തിൽ മന്ദാകിനി നാരായണനെ പോലെയുള്ള ഒരു സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തകയെ, അവരുടെ ഒരു ജീവിതയാത്രയെ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പൊതുവായി എല്ലാവർക്കും തോന്നിയതിൻ്റെ ഭാഗമായിട്ട് യാക്കൂബ്, അല്ലെങ്കിൽ അജിത, അന്ന് പ്രേംചന്ദ്രൻ്റെ അവിടെ, ഗോവിന്ദരാജിൻ്റെ ബ്രഹ്മപുത്രനുണ്ട്, അങ്ങനെ എല്ലാവരുടെയും നിർബന്ധം പോലുമാണ് യഥാർത്ഥത്തിൽ ആ സിനിമ ഇത് വളരെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മാണം എന്നതിലുപരി വളരെ റിലാക്സ്ഡായി ഇരുന്ന് ആ സിനിമയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാം തന്നെ മന്ദാകിനി നാരായണൻ്റെ മാത്രമാണ്. അവരുടെ വോയിസ് ഓവറാണ്. അതിൻ്റെ ഫോർമാറ്റ് തന്നെ ഒരു മുത്തശ്ശി അവരുടെ ജീവിതകഥ പറയുന്ന പോലെ ചെയ്തിട്ടുള്ളത്. ക്യാമറ മുന്നിൽ വെച്ചിരിക്കുന്നു, അവരവരുടെ കഥ പറയുന്നു. ഇപ്പോൾ ഒരു ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവാണ്, ത്രൂ ഔട്ട് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം തന്നെ അവരുടെ ഡയറി കുറിപ്പുകൾ, അവർ വരച്ച ചിത്രങ്ങൾ, സ്കെച്ചുകൾ, അവർ കേൾക്കുന്ന പാട്ടുകൾ, ഈ രീതിയിൽ അവരെ മാത്രം കേന്ദ്രീകരിച്ചുള്ള മറ്റൊരു രീതിയിൽ ഇൻഫോർമേഷൻ എന്നൊക്കെ വിളിക്കാവുന്ന പുറത്തു നിന്നുള്ള ഒന്നും ഉപയോഗിക്കാത്ത രീതിയിൽ വളരെ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് പോലെയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു. നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്തു. വളരെ അനൗപചാരികമായി വീട്ടിൽ ചെന്നിരുന്ന് ഞങ്ങൾ കൂടിയിരുന്ന് ഷൂട്ട് ചെയ്യുകയും പിന്നെ ക്രമേണ അത് എഡിറ്റ് ചെയ്തൊരു മാതാ ടു മാ എന്നുള്ള ഒരു പേരിൽ ഒരു ചിത്രം നിർമ്മിക്കുകയായിരുന്നു. മാതാ ടു മാ എന്നുള്ള പേരിൻ്റെ കാരണം വെച്ചാൽ അതൊരു 3 ഭാഗങ്ങളായിട്ടാണ് ചിത്രം ചെയ്തിട്ടുള്ളത്. മാതാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മന്ദാകിനിയെ വീട്ടിൽ വിളിച്ചിരുന്നതാണ് ചെറുപ്പകാലത്ത്. പിന്നീട് ബോംബെയിലെ ഒരു ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ കാലഘട്ടത്തിൽ അവർ മന്ദാകിനി എന്ന് തന്നെ അറിയപ്പെട്ടിരുന്നു. പിന്നീട് ക്രമേണ അവസാന കാലത്ത് യഥാർത്ഥത്തിൽ അവരെ മാ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം അങ്ങനെ മാതാ മന്ദാകിനി മാ എന്ന് പറയുന്ന 3 സെക്ഷനായിട്ടാണ് സിനിമ. മാതാ ടു മാ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഒരു മുത്തശ്ശി നമ്മളോട് കഥ പറയുന്നത് പോലെ ഒരു വലിയ ചരിത്രത്തിൻ്റെ, ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, ഒരു സ്ത്രീയുടെ ജീവചരിത്രം, അവരുടെ ഗുജറാത്തിൽ നിന്ന് ബോംബെയിലേക്കും, ബോംബെ പോലുള്ള മഹാനഗരത്തിൽ നിന്ന് കോഴിക്കോട് പോലുള്ള, കേരളം പോലുള്ള ഒരു വളരെ തികച്ചും വ്യത്യസ്തമായൊരു സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരുന്നതും പാർട്ടി പ്രവർത്തനം നടത്തുന്നതും അവരുടെ അജിതയും കുന്നിക്കൽ നാരായണൻ്റെയും കൂടെ ഉള്ള അവരുടെ ജീവിത സമരങ്ങൾ, ജയിൽവാസങ്ങൾ, ഇങ്ങനെയുള്ള വളരെ സംഭവബഹുലമായൊരു യാത്രയുടെ രേഖ ആണ്. എനിക്ക് തോന്നുന്നത് ആ കാലത്ത് അവർ നല്ല ആരോഗ്യമുണ്ടായിരുന്ന സമയമായിരുന്നുണ്ട്. അത് ചെയ്തത് വളരെ ഒരു ചരിത്ര രേഖയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. മൂന്നാമത് ചെയ്തത് യഥാർത്ഥത്തിൽ അതും ഇതുപോലെ ഞാനൊരു സീരീസ് പോലെ ഞാനൊരു ചലച്ചിത്രത്തെക്കുറിച്ച് എഴുതുന്ന ആളുടെ രീതിയിൽ എനിക്ക് മുമ്പുള്ള ഒരുപാട് ചലച്ചിത്ര നിരൂപകരെ, ഇപ്പോൾ കോഴിക്കോടൻ അല്ലെങ്കിൽ വിജയകൃഷ്ണൻ,
ഷൺമുഖദാസ് പോലുള്ള പലരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ സംസാരിച്ചതാണ് യഥാർത്ഥത്തിൽ ചിന്തരവിയായിട്ട്. അത് ഈ സിനിമയാക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, രേഖപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ചിന്തരവിയുടെ തൃശ്ശൂരിലെ വീട്ടിൽ പോയി ഞാനും മണിലാൽ, അസ്ലം എന്ന് പറഞ്ഞ ഞങ്ങൾ മൂന്നുപേരും കൂടി പോയിട്ട് ദീർഘമായൊരു സംഭാഷണം രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം മരിച്ചപ്പോൾ ശരിക്കും അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററിയോ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് പിന്നീട് ആ സംഭാഷണങ്ങളെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ആ സിനിമ. അത് യഥാർത്ഥത്തിൽ കൂടുതൽ മെഗാ നാരേറ്റീവ്സ് ഓഫ് ഫാന്റാസ്റ്റിക് എന്ന് പറയുന്നത് എനിക്ക് 2002 മറ്റാണ് നമ്മൾ പൂർത്തിയാക്കി അദ്ദേഹം മരിച്ചതിന് ശേഷം. അപ്പോൾ ആ സമയത്ത് ഈ പലപ്പോഴും ഈ ബൃഹദ് ആഖ്യാനങ്ങൾ ലോകത്ത് പ്രസക്തമല്ലാതായിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ചർച്ചയ്ക്ക് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. ബൃഹദ് ആഖ്യാനങ്ങളെ നമ്മൾ കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു, അപ്പോൾ ബൃഹദ് ആഖ്യാനങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, മെഗാ നാരേറ്റീവ്സ് ആർ ഫാന്റാസ്റ്റിക് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു പ്രയോഗമാണ് അതിൻ്റെ ടൈറ്റിലാക്കി മാറ്റിയത്. അതും ഒരർത്ഥത്തിൽ ചിന്തരവി എന്ന് പറയുന്ന ഒരുപക്ഷെ മലയാള ചലച്ചിത്ര നിരൂപണത്തിന് വലിയൊരു ദിശാമാർഗം നൽകിയ, പ്രത്യയശാസ്ത്ര നിരൂപണത്തിൻ്റെ വളരെ സൂക്ഷ്മമായും വിപുലവുമായിട്ടുള്ള മാനങ്ങൾ കൊടുത്ത ഒരു മുതിർന്ന ചലച്ചിത്ര നിരൂപകനോടുള്ള ആദരാഞ്ജലി എന്നോ ഹോമേജ് എന്നോ വിളിക്കാവുന്നൊരു ചിത്രമാണ്. ഈ രീതിയിൽ നോക്കിയാൽ 3 ചിത്രങ്ങളും വ്യക്തികളെക്കുറിച്ചുള്ളതാണ്. 3 ചിത്രങ്ങളും പ്രാഥമികമായും ഒരു ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് പോലെ ചെയ്തിട്ടുള്ളതാണ്. 3ലും ഒരു ഡോക്യുമെൻ്ററി എന്ന രീതിയിൽ ധാരാളം ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് പകരം ഒരു വ്യക്തിയെ അടുത്തറിയുന്ന, അവരുടെ വാക്കുകളിലൂടെ അടുത്തറിയുന്ന രീതിയിൽ ഉള്ള ഒരു ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്യുമെൻ്ററികളുടെ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ വളരെ പരിമിതമായിട്ടുള്ള ഡോക്യുമെൻ്ററി നിർമ്മാണ പരിചയത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഡോക്യുമെൻ്ററി ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡോക്യുമെൻ്ററി നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കഥാചിത്രം പോലെ നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊരു പൂർണ്ണമായ കഥാചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. അതിന് നമ്മൾ എന്താ പറയുക, ദൃശ്യവൽക്കരിച്ച് നമ്മൾ ആലോചിച്ചതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. ഡോക്യുമെൻ്ററി നേരെ മറിച്ചാണ് സഞ്ചരിക്കുന്നത്. ഡോക്യുമെൻ്ററി നമ്മളൊരു വ്യക്തിയെക്കുറിച്ചായാലും സംഭവത്തെക്കുറിച്ചായാലും ഒരു വിഷയത്തെക്കുറിച്ചായാലും ഒരു പ്രശ്നത്തെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും ഒരു വലിയ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹസിക യാത്രയാണ്. അതിലൂടെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാകാം തുടക്കത്തിൽ. പക്ഷെ അത് നമ്മൾ ചെയ്തു വരുമ്പോൾ അത് എങ്ങനെ വേണമെങ്കിൽ മാറാവുന്ന പുതിയ മാനങ്ങൾ, പുതിയ ദിശകൾ സ്വാംശീകരിക്കാവുന്ന ഒരു വലിയൊരു എക്സൈറ്റിംഗ് ജേണിയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അവസാനം നമ്മൾ നിർത്തുന്നത് വരെ, ഡോക്യുമെൻ്ററി ചെയ്ത് തീരുന്നത് വരെ അതെന്തായിരിക്കും, അതിൻ്റെ രൂപം എന്തായിരിക്കും, എന്തൊക്കെ സംഭവിക്കാം, യാദൃശ്ചികമായ ധാരാളം സംഭവങ്ങൾ ഉണ്ടാകാം, നമുക്കറിയാത്ത ചില കാര്യങ്ങൾ കടന്നു വരാം, പുതിയ വിഷയങ്ങളിലേക്ക് അത് മാറാം, നമുക്ക് നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്ന നമ്മളുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറിപ്പോകാം. ഈ രീതിയിൽ നിരന്തരം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരം രൂപപ്പെടുന്ന ഒരു രൂപമാണ് ഡോക്യുമെൻ്ററി. പക്ഷേ ഡോക്യുമെൻ്ററിയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ കാര്യം അത് നിരന്തരം ഇത്തരമൊരു അനിശ്ചിതത്വങ്ങളും തികച്ചും പ്രവചിക്കാനാവാത്ത രീതിയിലുള്ള ഒരു രൂപം അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഒരു എക്സൈറ്റിംഗ് ജേണിയാണ് ഡോക്യുമെൻ്ററി ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു അന്വേഷണത്തിൻ്റെ ജേണിയാണ്. നിരന്തരം എപ്പോൾ വേണമെങ്കിൽ അത് പുതിയ രൂപം എടുക്കാവുന്ന, അത് ഒരു വിഷയത്തെ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ അതിനുശേഷം എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോഴാകാം, എങ്ങനെ വേണമെങ്കിലും അത് ഒരു രൂപം എടുക്കാവുന്ന ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജേണി ആയിട്ടാണ് ഈ ഡോക്യുമെൻ്ററി തോന്നിയിട്ടുള്ളത്. പക്ഷെ അതായിരിക്കും ഡോക്യുമെൻ്ററിയെ ഫീച്ചർ ഫിലിം പോലുള്ള രൂപത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയാക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ബാക്കി നമുക്ക് ചോദ്യോത്തര സമയത്ത് മുന്നോട്ട് പോകാം. വളരെ നന്ദി സർ. ഇനി ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് കൂടുതൽ സംസാരിക്കാം. സർ, അങ്ങയുടെ മൈക്ക് മ്യൂട്ടാണ്. നമ്മൾ അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ്. മരിമുക്ത ദീദി ചന്ദാണ്. ബാംഗ്ലൂരില് സെയിന്റ് ജോസഫ്സ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പ്രവർത്തിക്കുന്ന മുക്ത ദീദി ചന്ദ്. ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ PhD സ്കോളർ കൂടിയാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലാണ് മുക്ത പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. മലയാള സിനിമയിൽ ഒരു പിടി ചിത്രങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടൊരു രാജസിംഹാസനം തന്നെ പടുത്തുയർത്തി. നമ്മുടെ എല്ലാം മനസ്സിൽ അത് പ്രതിഷ്ഠിച്ച് അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി, ജോൺ എബ്രഹാം. അദ്ദേഹത്തിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരു ബയോപിക് ഇറങ്ങി.
ആ ചിത്രത്തിന്റെ ജോൺ എന്ന പേരിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറും സംവിധായികയും ഒക്കെ ആയി പ്രവർത്തിച്ച ഒരാളാണ് മുക്ത. ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടാണ് മുക്ത അതിൽ പ്രവർത്തിച്ചത്. സംവിധാനം ശ്രീ പ്രേംചന്ദാണ് നിർവഹിച്ചത്. മുക്ത ആദ്യമായി ചെയ്ത ഒരു ഫീച്ചർ ഫിലിം ജോൺ എന്നതാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ നിരവധി ഡോക്യുമെന്ററികൾ വഴിയായിട്ട് ഈ സിനിമ നിർമ്മാണ മേഖലയുമായിട്ട് അടുത്ത് ഇടപെട്ട ഒരു വ്യക്തി കൂടിയാണ്. കേരളത്തിലെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ സെയിൽസ് ഗേൾസിന് ഇരിക്കാൻ അവകാശം വേണം എന്നാവശ്യപ്പെട്ട് അവർ ചെയ്ത ഒരു സമരം നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും. ആ സമരം ഒരു ഡോക്യുമെന്ററി ആയിട്ട് അവരുടെ അവകാശങ്ങളുടെ മുൻപിൽ ഒരു ഡോക്യുമെന്ററി ചിത്രമായിട്ട് അത് നമ്മളുടെ മനസ്സിൽ ആ ഒരു പ്രശ്നം എടുത്തുയർത്തി ഒരു വ്യക്തി കൂടിയാണ് മുക്ത. ദ റൈസ് എന്നാണ് അതിന് പേരിട്ടത്. അതുപോലെ 2018 ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഇവിടെ നടന്നപ്പോൾ ഒരു കഥ സുനന്ദ, അധികമാരും കൈവയ്ക്കാത്ത ഒരു വിഷയമാണ് സ്ത്രീകളുടെ സംഭാവനകളെ കുറിച്ച് പലപ്പോഴും നമ്മൾ വളരെ ഉദാസീനമായിട്ടാണ് ചിന്തിക്കുക. ആ ഒരു ദമ്പതികളിലെ സ്ത്രീ എന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടുന്നു. ആ ഒരു വിഷയത്തെ അധികരിച്ച് മുക്ത ചെയ്ത ഡോക്യുമെന്ററി സുനന്ദ. അതുപോലെ മറ്റൊരു ഡോക്യുമെന്ററി ശൂരംപട. ശൂരംപടയുടെ സംവിധാനവും മുക്തയാണ് നിർവഹിച്ചത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റും ശ്രദ്ധേയമാണ്. സ്ത്രീകൾ മാത്രം ക്രൂ ആയിട്ട് ഒരു സിനിമ വരികയാണ്. വയലറ്റ് എന്നാണ് അതിന്റെ പേര്. ആ ചിത്രത്തിന്റെ ഡയറക്ടറായിട്ടും മുക്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടാവുന്ന ചിത്രങ്ങളാണ്. ഈ ആദ്യം പറഞ്ഞത് സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ എടുത്തുയർത്തുന്ന ചിത്രങ്ങളാണെങ്കിൽ ശൂരംപട വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഈ ഡോക്യുമെന്ററികളെ കുറിച്ചും അതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും മുക്ത നേരിട്ട് സംസാരിക്കും. ജോൺ എബ്രഹാമിനെ അധികരിച്ച് ചെയ്ത ജോൺ എന്ന ആ ചിത്രത്തിന്റെ അതിന്റെ പ്രവർത്തനത്തെ പറ്റിയും മുക്ത സംസാരിക്കുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഈ ഡോക്യുമെന്ററിയുടെ ഒരു വിശദാംശങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മുക്തയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മുക്തയെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുക്തയെ ഒരുപക്ഷെ മലയാളികൾക്ക് നേരിട്ട് അറിയില്ലെങ്കിലും മുക്തയുടെ മാതാപിതാക്കളെ ഇവിടെ പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജോൺ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ പ്രേംചന്ദ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ചു. DD പ്രേംചന്ദ് നമുക്കെല്ലാം അറിയാവുന്ന മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ T ദാമോദരൻ മാഷിന്റെ മകൾ DD, അവരുടെ മകളാണ് മുക്ത. മുക്തയെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മുക്ത സംസാരിക്കും. താങ്ക് യു സോ മച്ച്. ഞാൻ ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. കേൾക്കാം, ക്ലിയർ ആണ്, സംസാരിക്കാം. ഓക്കെ. ഫസ്റ്റ്ലി എനിക്കൊന്ന് ഈ അവസരത്തിന് തന്നെ നന്ദി. ഡോക്യുമെന്ററികൾ പൊതുവെ ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മീഡിയം അല്ല. ആൾക്കാർ ഇപ്പം കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഫെസ്റ്റിവൽസ് ഉണ്ട് ഡോക്യുമെന്ററികൾക്ക്. IDSFK ഓഫ് കോഴ്സ് ടു നെയിം വൺ കേരളത്തിൽ നടക്കുന്നതിൽ. ഞാൻ എൻ്റെ ജനറൽ ഈ ഡോക്യുമെന്ററികളുടെ ജേർണി പറയുന്നതിൻ്റെ മുന്നേ എനിക്ക് ഈ അവസരത്തിൽ വളരെ പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മാതാ ടു മാ എന്ന് പറയുന്ന CS വെങ്കടേഷൻ എടുത്തിട്ടുള്ള ഡോക്യുമെന്ററി എൻഡ് ചെയ്യുന്നത് മാവും ഞാനും ഉള്ള ഒരു കോൺവെർസേഷൻ പോലത്തെ ഒരു സീനാണ്. എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും സ്പെഷ്യലായിട്ട് തോന്നി. അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഡോക്യുമെന്ററി ജേർണിയിൽ ഞാൻ ഫസ്റ്റ് ആക്ച്വലി
വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ശൂരമ്പട എന്ന് പറഞ്ഞ ഡോക്യുമെന്ററിയാണ്. റൈസ് ആയിരുന്നില്ല. കംപ്ലീറ്റ് ചെയ്യുന്നത് റൈസ് എന്ന് പറയുന്ന ഡോക്യുമെന്ററിയാണ്. ശൂരമ്പട ഞാൻ പഠിച്ചിട്ടുള്ളത് സിനിമയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിന്റെ അടുത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലം മുതൽ പോവാറുള്ള ഒരു തിരുവണ്ണൂരുള്ള ഒരു ഫെസ്റ്റിവലാണ് ശൂരമ്പട എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ അത് ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള വലിയ രൂപങ്ങൾ ഉണ്ടാക്കി ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം, അതൊക്കെ പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ വളരെ ലാർജർ ദാൻ ലൈഫ് ആയിട്ട് സിനിമ കാണുന്ന പോലെ വലിയ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഉള്ള വലിയ രൂപങ്ങളും കാര്യങ്ങളും വിഷ്വലി പോലും വളരെ വലിയൊരു ട്രീറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് ആ പ്രോജക്റ്റ് തുടങ്ങുന്നത്. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങി. നമുക്ക് റിസോഴ്സസിന്റെ ഒക്കെ ലിമിറ്റേഷൻ കാരണം ഞാനത് ഷെൽഫ് ചെയ്ത് പിന്നീടാണ് ഞാനത് പൂർത്തിയാക്കുന്നത്. അപ്പൊ അതിന്റെ ജേർണി ഞാൻ പറയാം. കംപ്ലീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് റൈസ് ആണ്. പറഞ്ഞ പോലെ കോഴിക്കോട് ടെക്സ്റ്റൈൽ വർക്കേഴ്സ്, സെയിൽസ് വിമൻ ആയിട്ടുള്ളവർക്ക് ഇരിക്കാനുള്ള അവകാശമില്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമല്ല ഇത്. നമ്മളൊരു സാരി ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോൾ കുറച്ച് സമയം നിൽക്കുമ്പോൾ പോലും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് പലപ്പോഴും അറിയാം. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ സാരി എടുത്തു തരുന്നവർ ഇരിക്കാറുണ്ടോ എന്ന് നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പം ആ രീതിയിലാണ് അങ്ങനെ ഒരു സമരം തുടങ്ങുന്നത്. വിജി പെൺകൂട്ടിന്റെ നേതൃത്വത്തിൽ ഒരു സമരം തുടങ്ങുന്നു, നമുക്ക് ഇരിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് മാതൃഭൂമിയിൽ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ കവർ ചെയ്ത ഒരു ഇവന്റ് കൂടെ ആയിരുന്നു അത്. അത് പിന്നീട് ഫോട്ടോഗ്രാഫ്സ് മാത്രം പോരാ, ഒരു ഡോക്യുമെന്ററി എന്നുള്ള രീതിയിലും കൂടെ രേഖപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് പിന്നീട് ഡോക്യുമെന്ററി ആക്കിയിട്ട് ചിന്തിക്കുന്നത്. ഞാൻ റൈസ് എന്നുള്ള പേര് പോലും എൻ്റെ ടെയിലെൻഡിലേക്ക് അത് പറയുന്നുണ്ട്. നമ്മൾ ഈ കാലങ്ങളായിട്ടുള്ള ഈ സമരം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അവർ മന്ത്രിമാരാണെങ്കിലും പറഞ്ഞിരുന്നത് ഈ ഫയലുകൾ നമുക്ക് പഠിക്കാൻ സമയം വേണം എന്നുള്ളതാണ്. ഈ ആളുകൾ ഈ ഫയലുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനൊക്കെയുള്ള നടപടികൾ കുറച്ചുകൂടി പെട്ടെന്ന് വരുമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ റൈസ് എന്നുള്ള പേരിലേക്ക് പോകുന്നത്. ആ ഡോക്യുമെന്ററി ഇപ്പോഴും ബിക്കോസ് നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഉള്ള, പ്രത്യേകിച്ച് ഡോക്യുമെന്ററി ആസ് എ മീഡിയം നമ്മൾ നോക്കുമ്പം ഒരു കറക്റ്റീവ് ആവാൻ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അത് പിന്നീട് എന്തായി എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം റൈസ് എന്ന് പറയുന്ന ഡോക്യുമെന്ററിയിൽ ഇരിക്കൽ സമരം ഇനവേ വിജയിച്ചു. ഓർഡർ വന്നു, ഓർഡർ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നു. അര സീറ്റ് എന്നുള്ള, അതായത് 2 പേരുണ്ടെങ്കിൽ ഒരു സീറ്റെങ്കിലും വേണം എന്നത് നിയമമാവുന്നു. പക്ഷെ അത് എത്ര കണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴും അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ നമുക്ക് അങ്ങനത്തെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഡോക്യുമെന്ററി പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയും ഡോക്യുമെന്റ് ചെയ്യണം തോന്നുന്നു റൈസിൽ. കാരണം ഇപ്പോഴും അത് ആ രീതിയിൽ കംപ്ലീറ്റ് ആവാത്തൊരു ഡോക്യുമെന്ററിയാണ്. പക്ഷെ ആസ് എൻ അച്ചീവ്മെന്റ് എനിക്ക് തോന്നുന്നു റൈസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് BBC-യുടെ ആ സമയത്ത് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ 100 സ്ത്രീകളിൽ വിജയിച്ചിയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇനവേ നിമിത്തമായത് റൈസ് എന്ന് പറഞ്ഞ ഡോക്യുമെന്ററിയാണ്. KK ഷാഹിന എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഈ ഡോക്യുമെന്ററിയും ഫോർവേഡ് ചെയ്യുകയും പിന്നെ BBC കോഴിക്കോട് വന്ന് വിജയിച്ച് കവർ ചെയ്യുന്ന സമയത്തും ഞാൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ. അപ്പൊ ആ രീതിയിൽ ഒരു വിജയമായിട്ട് ഞാൻ ആ ഡോക്യുമെന്ററി കാണുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഒരു സീരീസ് ആണ്. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണ്. ഞാൻ അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 3 ഡോക്യുമെന്ററികളാണ്. അതിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക് സുനന്ദ എന്ന് പറയുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ വൈഫിനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെന്ററിയാണ്. ഈ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് ബിറീഡ് സ്പൗസ് എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. അതായത് നമ്മുടെ ചരിത്രത്തിലെ, അതായത് ഒരു ഓറിയന്റേഷൻ ചേഞ്ച് വരുന്നത് എനിക്കൊന്ന് ഈ ഡോക്യുമെന്ററിയിലൂടെ തന്നെയാണ്. ഞാൻ ഡോക്യുമെന്ററി ഫിലിംസ് എടുക്കുന്ന രീതിയിലുള്ള ഒരു ഓറിയന്റേഷൻ ചേഞ്ച് വരുന്നത് ഈ ഡോക്യുമെന്ററീസിലൂടെയാണ്. അപ്പം നമ്മൾ പൊതുവെ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവർ വളരെ ലൗഡായിട്ടുള്ള ഝാൻസി റാണികളെ പോലെയുള്ള സ്ത്രീകളായിരിക്കണം, അല്ലെങ്കിൽ വളരെ ഓഡായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുള്ള സ്ത്രീകളായിരിക്കണം. അതല്ലാതെ വിത്തിൻ ഇൻവേർട്ടഡ് കോമേഴ്സ് കോട്ട് ആൻഡ് കോട്ട് നോർമൽ എന്ന് പറയുന്ന സ്ത്രീകൾ എങ്ങനെയാണ് ചരിത്രത്തിന്റെ ഭാഗമായത് എന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്കൊന്ന് ഇപ്പൊ പറയേണ്ട ഒരു പേര് കൂടെ
സരസ്വതി ബായ് ഫാൽക്കെയുടെയാണ്, ദാദാസാഹേബ് ഫാൽക്കെയുടെ ഭാര്യ. അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ആൾക്കാരുടെ നമ്മൾ പറയുമ്പോഴും ഇവരുടെ ഭാര്യ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. അത് ഇന്നവേ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ എല്ലാ ഡോക്യുമെന്ററികളുടെ പേരും ഞാൻ ഭാര്യമാരുടെ പേര് തന്നെ വെച്ചിരുന്നത്. അവരുടെ പേര് പലപ്പോഴും പലർക്കും അറിയ പോലും ഇല്ലാത്തതുകൊണ്ട്. സരസ്വതി ബായ് ഫാൽക്കെ എന്ന് പറയുന്നത് ദാദാസാഹിബ് ഫാൽക്കെന്റെ രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന ഫസ്റ്റ് സിനിമയിൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരുന്നു. അത് ആലോചിച്ചാൽ തന്നെ അവർ എത്ര കണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും ആ കാലത്ത് എന്നുള്ളത് ഒബ്വിയസ് ആണ്. എഡിറ്റിംഗിൽ പോലും സഹായിച്ചിട്ടുള്ള, ഇന്നത്തെ കാലത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുന്ന പോസ്റ്റുകളിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് സരസ്വതി ബായ് ഫാൽക്കെ. പക്ഷെ ഇവരെ നമ്മൾ അധികം ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. മലയാള സിനിമയാണെങ്കിലും ഇന്ത്യൻ സിനിമയാണെങ്കിലും നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഫാദർ ഓഫ് മലയാളം സിനിമ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സ്ത്രീകളെ നമ്മൾ കാണാറില്ല. മലയാള സിനിമ എടുക്കുമ്പോഴും എനിക്ക് എപ്പോഴും അണ്ടർമൈൻ ചെയ്യല്ല, പക്ഷെ ജെ സി ഡാനിയലിന് ഒപ്പോ അതിൽ കൂടുതലോ ആയിട്ട് എനിക്ക് എപ്പോഴും കോൺട്രിബ്യൂഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് പി കെ റോസിയുടെയാണ്. സ്വന്തം ഐഡന്റിറ്റി പോലും ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക്, സ്വന്തം സിനിമ കാണാൻ പറ്റിയിട്ടില്ല അവർക്ക്, പിന്നെ പി കെ റോസി ആയിട്ട് അറിയപ്പെടാൻ പറ്റിയിട്ടില്ല. അവരുടെ ഫോട്ടോ പോലും വളരെ കാലങ്ങൾക്ക് ശേഷം വരച്ചിട്ടുള്ള ഒരു രേഖാചിത്രം പോലെ എടുത്തൊരു ഒരു രൂപം അല്ലാതെ നമുക്ക് ആർക്കും ആദ്യത്തെ മലയാള സിനിമയിലെ നായികയുടെ ഒരു റീല് പോലും ഇല്ല നമ്മുടെ കയ്യിൽ. അങ്ങനെ സ്വന്തം കംപ്ലീറ്റ് ഐഡന്റിറ്റി ഒഴിവാക്കി പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു സ്ത്രീയെ ഈ നമ്മളെപ്പോഴും ആ രീതിയിൽ അംഗീകരിച്ചിട്ടില്ല. മലയാള സിനിമയ്ക്ക് ഇപ്പോഴും ഒരു മാതാവില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോഴും പിന്നെ ടു ആൻ എക്സ്റ്റെന്റ് പേഴ്സണൽ ജേർണി കൂടെയായിരുന്നു. ഞാൻ അമ്മയുടെ അമ്മ പോയപ്പം അമ്മയുടെ അച്ഛൻ എത്ര രീതിയിൽ, അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ദാമോദരൻ മാഷാണ്. അച്ഛൻ എത്ര ഡിപ്പെൻഡന്റ് ആയിരുന്നു അമ്മമ്മയിലെന്നും എല്ലാ കോൺട്രിബ്യൂഷൻസ് എത്ര കണ്ട് അമ്മമ്മ ചെയ്യുമ്പോഴും സൊസൈറ്റിയുടെ മുന്നിൽ ഒരാളുടെ പേര് മാത്രമാണ് നമ്മൾ പൊതുവെ കേൾക്കാൻ സാധ്യതയുള്ളത്. ഈ സ്ത്രീകളാരും എന്തായിരുന്നു ചെയ്തത്, എങ്ങനെയാ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് നമ്മൾ നോക്കാറില്ല. അപ്പം അങ്ങനത്തെ ഒരു തോട്ട് എന്നാണ് ബിരീഡ് സ്പൗസസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 3 പ്രോജക്റ്റ് ആണ്. അടൂർ സാറിന്റെ വൈഫായിട്ടുള്ള സുനന്ദ, മധു സാറിന്റെ വൈഫായിട്ടുള്ള ജയലക്ഷ്മി എന്ന് പറയുന്നത് അവരെ കുറിച്ച്, പിന്നെ ഡയറക്ടർ ശിവൻ വൈഫായിട്ടുള്ള ചന്ദ്രമണി. ഈ 3 ടൈറ്റിലിൽ തന്നെയാണ് ഈ 3 പ്രോജക്ട്സും വന്നിട്ടുള്ളത്. അവരുടെ അതായത് ഇവര് സിനിമയിലേക്ക് എത്ര കണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ പലപ്പോഴും അതിന്റെ പിന്നിലുള്ളവരാരും നമ്മൾ കാണാതെ പോകാറുണ്ട്. അപ്പം എത്ര കണ്ടാണ് ഇവരുടെ സിനിമയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. അത് അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഈ ഭാര്യമാര് മരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതൊക്കെ ഇവരായിരുന്നു ചെയ്യാറ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവും. അല്ലെങ്കിൽ അവർ വളരെ സൈലന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെ തുടരും. അതുകൊണ്ട് ബിരീഡ് സ്പൗസസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മരണത്തിന് ശേഷം എങ്ങനെയാണ് ഇവർ ഓർക്കുന്നതെന്നും അത് ഈ ആണുങ്ങൾ തന്നെ അവരുടെ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷനിൽ ഉണ്ടാക്കപ്പെട്ട ലൈം ലൈറ്റ്, അതേ ലൈം ലൈറ്റ് ഉപയോഗിച്ച് ഈ സ്ത്രീകളെ കുറിച്ച് പറയണം എന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു ഡോക്യുമെന്ററിയിലേക്ക് പോകുന്നത്. ഈ ബിരീഡ് സ്പൗസസിന്റെ ഒരു ഡിഫറൻസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ എൻറ്റയർലി ഒറ്റയ്ക്കാണ് ഈ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. 3 പ്രോജക്റ്റ് ആണെങ്കിലും ക്രൂവിൽ പോലും ഒരു അസിസ്റ്റന്റ് പോലും ഇല്ലാതെയാണ് വർക്ക് ചെയ്തത്. അത് വലിയ രീതിയിൽ ഈ പ്രോജക്റ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റേഷനുമാണ്. നമ്മൾ ഫോം എന്നുള്ള രീതിയിൽ ഡോക്യുമെന്ററി നോക്കിയാൽ എനിക്ക് എത്ര പേർക്ക് എത്ര കണ്ട് ഡോക്യുമെന്ററികൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കോണ്ടന്റ് വൈസ് ഞാൻ എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു ഈ 3 ഡോക്യുമെന്ററിയും. കാരണം മോർ ഓഫ് ഒരു 1-to-1 ടോക്ക് പോലെ. അതുകൊണ്ട് തന്നെ ഓപ്പൺ അപ്പ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസോ നറേറ്റീവ്സോ പേഴ്സണൽ ജേർണികളൊക്കെ പറയുന്ന കാര്യത്തിൽ ഒരുപാട് ഈസി ആയിരുന്നു. പ്രൊഡക്ഷൻ മുതൽ എൻറ്റയർ എഡിറ്റിംഗ് ആണെങ്കിലും ഹോൾ സാധനം വേറെ ഒരു ക്രൂ മെമ്പർ പോലും ഇല്ലാതെയാണ് ഈ 3 പ്രോജക്ട്സ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ശൂരമ്പടയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ PGക്ക് പഠിക്കുന്ന സമയമാകുമ്പോഴേക്കാണ് പിന്നെയും. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ഫൂട്ടേജസ് ഒക്കെ ഈ രണ്ടാമത്തെ ഡോക്യുമെന്ററിയിലും യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡോക്യുമെന്ററി എഡിറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫൂട്ടേജസ് മാത്രം കളക്ട് ആയിരുന്നു. ശൂരമ്പടയിൽ ഉണ്ടായിരുന്ന ഒരു വേറെ ആംഗിൾ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ചെയ്ത ഡോക്യുമെന്ററികളൊക്കെ വളരെ പ്യോർലി ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ആ രീതിയിൽ തന്നെ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എൻ്റെ ബാക്കി ഒരുവിധം സിനിമകളോ അല്ലെങ്കിൽ കഥകളോ പറയാൻ പുരുഷന്മാർക്ക് പറ്റും എന്നുള്ളതുകൊണ്ടും ഇത്തരം കഥകൾ സ്ത്രീകൾ തന്നെ പറയണമെന്നും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വേറെ തന്നെ ഒരു ലൈൻ ഓഫ് തോട്ടിലേക്ക് അല്ലെങ്കിൽ വേറെ തന്നെ ഒരു രീതിയിലേക്ക് എൻ്റെ ഡോക്യുമെന്ററികൾ കോണ്ടന്റ് വൈസ് വേറെ ആവുന്നത് അതുകൊണ്ടാണ്.
ശൂരമ്പട അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്യുമെന്ററി വളരെയധികം ഇവോൾവ് ചെയ്യുന്ന ഒരു മീഡിയമാണ്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ശൂരമ്പടയുടെ ഡോക്യുമെന്ററി തുടങ്ങുന്ന സമയത്ത് പ്യോർലി ഈ പറഞ്ഞ പോലെ ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള, കാണാൻ ഭയങ്കര ഭംഗിയുള്ള, അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടണം. അതിനൊരു അഡീഷണൽ ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോഴും പ്യോർലി റിലിജനോ അല്ലെങ്കിൽ പ്യോർലി അങ്ങനെ ഒരു എന്താ പറയുക റിലിജൻ പെർസെ ടേക്ക് കംപ്ലീറ്റ്ലി ഓൺ ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ അല്ല ശൂരമ്പട. ഇപ്പോഴും വളരെ ജനകീയമായിട്ട് തിരുവണ്ണൂരിലുള്ള എല്ലാ ജാതി മതം എല്ലാവരും പങ്കെടുക്കുന്ന ഒരു തരം ഫെസ്റ്റിവൽ തന്നെയാണ് ഇപ്പോഴും ശൂരമ്പട. പക്ഷെ ഇവോൾവ് ചെയ്തത് എന്ന് പറയുന്ന ആ ഡോക്യുമെന്ററിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പണ്ടാരികൾ എന്ന് പറയുന്ന ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് തിരുവണ്ണൂർ താമസിച്ച് ഈ അന്നത്തെ രാജകുടുംബത്തിന്റെ പല്ലക്ക് ചുമന്നുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഈ പണ്ടാരികൾ. അവരവിടെ കുടിയേറിയപ്പോൾ അവർ തുടങ്ങിയിരുന്ന ഒരു ഫെസ്റ്റിവലാണ്, അല്ലെങ്കിൽ അത് ശൂരമ്പടയുടെ സിമിലർ ഫെസ്റ്റിവൽസ് നമ്മൾ തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. കേരളത്തിൽ അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ ഇല്ല. അപ്പം പണ്ടാരികൾ തുടങ്ങിയിരുന്ന ഒരു ഫെസ്റ്റിവൽ ആണെങ്കിൽ പോലും ഇന്ന് ഇനവേ ബ്രാഹ്മണിക്കലാവുന്നുണ്ട്. അമ്പലങ്ങൾ ഏറ്റെടുത്ത് അതിന്റെ ഈ ജനകീയ രീതി മാറി വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം അവിടെ ഒരു പണ്ടാരിയെ പോലും കാണാൻ പറ്റില്ല. നമ്മളൊരു ഫെസ്റ്റിവൽ നടത്തുമ്പം നെയിം സേക്ക് ദൂരെ നിൽക്കുന്നൊക്കെ പലരും കൊണ്ടുവരാറ്, തന്ത്രികളെയൊക്കെ കൊണ്ടുവരുന്ന പോലെ പോലും ഇവര് തുടങ്ങിയിരുന്ന ഒരു ഫെസ്റ്റിവൽ ആണെങ്കിൽ പോലും ഒരു പണ്ടാരി പോലും ഇന്ന് ആ എൻറ്റയർ ദേശത്തില്ല എന്നുള്ളത് ഒരു വളരെ വലിയ ഫാക്ടറായിട്ട്, അത് ഈ പറയുന്ന പോലെ ഞാൻ തുടങ്ങിയപ്പം ചിന്തിച്ചിട്ടുള്ള ഒരു ഫാക്ടറേ ആയിരുന്നില്ല. പക്ഷെ അത് ഈ ഡോക്യുമെന്ററിയുടെ ഡ്യൂ കോഴ്സിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനമായിരുന്നു. അതാണ് ശൂരമ്പടയുടെ ഡോക്യുമെന്ററി. മൂന്നാമത് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോൺ എന്ന് പറഞ്ഞ സിനിമ അച്ഛൻ ആയിരുന്നു ഡയറക്ട് ചെയ്തിരുന്നത്. അതിന്റെ പാരലായിട്ട് എക്സ്റ്റെൻസീവ് റിസർച്ച് ഉണ്ടായിരുന്നു ബേസിക്കലി ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. അച്ഛൻ ജോണായിട്ട് പേഴ്സണലി ഇടപഴകുകയും അറിയുന്നൊക്കെ ആളായിരുന്നെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തർക്ക് അറിയുന്ന ജോൺ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജോൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരെയും റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ ഡോക്യുമെന്റ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ജേർണി സിനിമ ചെയ്തതിന്റെ ജേർണി അല്ല, പക്ഷെ ജോൺ ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്തായിരുന്നു എന്നും ഇവരൊക്കെ എത്ര കണ്ട് ജോണിനെ ഇപ്പോഴും ക്യാരി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പാരലൽ, ജോൺ ഇന്ന് തിരിച്ചു വന്നെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ഒരു ഡോക്യുമെന്ററിയാണ് ഞാൻ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞതാണ്, എഡിറ്റിംഗ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇൻ ജനറൽ എൻ്റെ ഡോക്യുമെന്ററി ജേർണി. സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും തോന്നുന്നു. താങ്ക് യു. വളരെ നന്ദി മുക്ത. വളരെ വിശദമായിട്ട് 3 ഡോക്യുമെന്ററികളെ കുറിച്ചും പറഞ്ഞു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം വെങ്കടേശ്വരൻ സാറിലേക്ക് പോവാം. സാറ് ഈ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്സിനെ പറ്റി പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ അതല്ലാത്ത ഒരു മെത്തഡോളജിയിലും പലരും കഥ പറയാറുണ്ട്. അപ്പോൾ അത് കൂടുതൽ പിന്നെ ചില ഡോക്യുമെന്ററീസ് ആ രീതിയിലും നല്ല രീതിയിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് മാത്രമാണോ ഡോക്യുമെന്ററിക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു രീതി എന്ന ഒരു സംശയം സാർ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി. അത് ചിലപ്പോൾ അതിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതല്ലേ? നമ്മൾ ഇടയിൽ കുറച്ച് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടും കൂടി ആവശ്യം വരുന്നില്ലേ? അല്ല, ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ഒരു മെത്തേഡാണെന്നുള്ളൂ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാതെ ഒരു വ്യക്തിയെക്കുറിച്ചായാലും പല രീതിയിൽ വ്യക്തിയെ സമീപിക്കാമല്ലോ. അത് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്സ് പോസിബിൾ ആവുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത് ഓരോരുത്തരുടെ ചോയ്സാണ്. എൻ്റെ ചോയ്സ് അതായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നുവെച്ചാൽ അത് ഒന്നാമത്തെ കാര്യം, മന്ദാകിനി നാരായണനായാലും ചിന്തരവി ആയാലും വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ നന്നായി സംസാരിക്കാനും അതിൽ നന്നായി ഒരു കമൻറ്ററി പറയേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ ടോക്ക് വെൽ. ആക്ച്വലി അവർ നല്ലോണം അവർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ നമ്മൾ ഒരു ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഈ വ്യക്തികളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ, എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ വ്യക്തിയെ നമുക്ക് വളരെ പേഴ്സണലായിട്ട് അടുത്തറിയുന്ന രീതിയിൽ എന്നോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീല് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വളരെ കാഷ്വലായിട്ടുള്ള നേരിട്ട് മുഖാമുഖം നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന പോലെയുള്ള ഒരു ഫോർമാറ്റാണ് ഫോളോ ചെയ്തത്. അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണെന്നനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ ഈ മന്ദാകിനി നാരായണനെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായിട്ടും
അവരുടെ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൽ അവരുടെ റോൾ എന്തായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഞാൻ വേറെ ഇതിലേക്ക് സമീപിക്കുക. അത് മറ്റു രീതിയിൽ മറ്റു പല ആ കാലത്ത് പ്രവർത്തിച്ച സഹപ്രവർത്തകരെ അവരിവരെയൊക്കെ കൊണ്ടുവരേണ്ടി വരുമായിരുന്നു എൻ്റെ ഇതിനകത്ത് അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അതിലാകെ വരുന്നത് അജിത മാത്രമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നേരത്തെ മുക്ത പറയുന്ന പോലെ നമ്മൾ അവസാനം ഒന്ന് രണ്ട് ഷോട്ടുകൾ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുന്ന രംഗങ്ങളുണ്ട് അതിനകത്ത്. ബട്ട് ഫോർ ദാറ്റ് എല്ലാം നേരിട്ട് പറയുന്നത് തന്നെ അതൊരു നമ്മുടെ ചോയ്സാണ് ശരിക്കും. എന്നുവെച്ചാൽ അതൊരു അവർ വളരെ ഭംഗിയായും നമുക്കിത് കേട്ടുകൊണ്ടിരിക്കാൻ സുഖമുള്ള രീതിയിലും ഒരു വളരെ തുടർച്ചയോടുകൂടി വളരെ നിരന്തരത്തോടു കൂടി ഒരു കാര്യം പറയുമ്പോൾ നമുക്കതിന് എനിക്ക് തോന്നിയില്ല അതിലെന്തെങ്കിലും വേറെ രീതിയിൽ കട്ട് ചെയ്തിട്ടൊരു വേറെ ഇതിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് തോന്നിയില്ല. അത് അല്ലെങ്കിൽ തന്നെ ഐ ലുക്സ് അത് വളരെ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അത് ഫോളോ ചെയ്തത്. പല മെത്തേഡ്സ് ഉണ്ട്, ഒരു മെത്തേഡാണെന്നുള്ളൂ. അത് എല്ലായിടത്തും അത് എന്താ പറയുക അനുയോജ്യം ആയിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തരുടെ ചോയ്സാണ്, ഫിലിം മേക്കറുടെ ചോയ്സാണ്. നമ്മുടെ ഉദ്ദേശം എന്താണെന്നുള്ളതനുസരിച്ചിരിക്കും. മൂന്നാമത്തെ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ വിഷയമാക്കുന്ന വ്യക്തിയുടെ ഒരു ആർട്ടിക്കുലേഷൻ്റെ ഇതെങ്ങനെയാണ് അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ ഒരു ഫോർമാറ്റ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. അത്രയേ ഉള്ളൂ. അതുപോലെ സാറ് പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഡോക്യുമെന്ററി ഒരു ഫീച്ചർ ഫിലിമോ ഫിക്ഷണൽ ആയിട്ടുള്ള മറ്റ് ഇതുപോലെ അല്ല. എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു എന്ന് സാർ ആവർത്തിച്ചു പറഞ്ഞു. അപ്പൊ ഇതിലെ വ്യത്യസ്തത എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഉദാഹരണ സഹിതം സാധിക്കുമോ? ഇപ്പോ ഇപ്പൊ മറ്റേ കൂടിയാട്ടം കലാകാരനായിട്ടുള്ള മാധവ് ചാക്യാരെ പറ്റിയിട്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ മന്ദാകിനി നാരായണ അവരെ പറ്റിയിട്ട് സാറ് മനസ്സിൽ ഉദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് അത് ഉണ്ടായി വന്നത് എന്നുള്ളതൊന്ന് പറയാം. അല്ല, അത് പലപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ഒരു ഹോംവർക്ക് ചെയ്തിട്ട് നമ്മൾ പോകും. ബേസിക് റിസർച്ച് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, ആ കലയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ മന്ദാകിനി നാരായണനെ ചെന്ന് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പശ്ചാത്തല വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പലരുടെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും പല രേഖകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുള്ള നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഒരു പേഴ്സണൽ അവരുടെ ജീവിതത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ അതിൽ കടന്നു വരും. വളരെ പേഴ്സണലായിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അവരൊരു പക്ഷേ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ചില സന്ദർഭങ്ങളിൽ അവർ വളരെ ഇമോഷണലായിട്ടുള്ള ചില മൊമെൻറ്റ്സ് കടന്നു വരുന്നു. ഇതൊന്നും ഒരിക്കലും സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടതല്ല, പ്രതീക്ഷിക്കപ്പെട്ടതല്ല, അവർ തന്നെ പ്രതീക്ഷിച്ചതല്ല. ചിലപ്പോൾ പറയുന്നതിൻ്റെ ഭാഗമായി വരുന്നതാണ്. പലപ്പോഴും ഒന്ന് ഫ്ലോ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. ചില സന്ദർഭങ്ങൾ അവർ ട്രിഗർ ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ അപ്രതീക്ഷിതമായി ടേൺ എടുക്കാം ശരിക്കും അത്. അപ്പോൾ അത് അമ്മന്നൂരിൻ്റെ കാര്യത്തിൽ അമ്മന്നൂരെ പോലെ വളരെ സീനിയറായ ഞങ്ങൾ വളരെ യങ്ങാണ്. അമ്മന്നൂരിനെ കാണുമ്പോൾ വളരെ പ്രായമുള്ള എന്താ പറയുക വളരെ മുതിർന്ന ഒരു കലാകാരനാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ ചില ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ അദ്ദേഹം സംസാരിച്ച് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ കാലഘട്ടത്തെക്കുറിച്ചും കലയെക്കുറിച്ചും അതിൻ്റെ എങ്ങനെയാണ് ഒരു കലാകാരൻ അമ്മന്നൂർ പോലെ കലാകാരൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എങ്ങനെ വേണമെങ്കിൽ ആവാം. ചില അത് നമുക്ക് ഒരിക്കലും സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം ധാരാളം സന്ദർഭങ്ങൾ എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ രവീന്ദ്രൻ സംസാരിക്കുമ്പോൾ രവീന്ദ്രൻ ഒരു വളരെ നല്ല ഒരു സംഭാഷണത്തിന് ചാതുരിയുള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു വരുമ്പോൾ പലരെക്കുറിച്ചുള്ള സംഭവങ്ങൾ, വ്യക്തികളെക്കുറിച്ചുള്ള സൗഹൃദങ്ങളെക്കുറിച്ച്, കൂട്ടായ്മകളെക്കുറിച്ച്, അപ്പോഴും ചില സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ചില ടേൺസ് ഉണ്ടാവും. ഒരുപക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ ഡോക്യുമെൻ്ററി ഫോർമാറ്റിനെ തന്നെ മാറ്റിയേക്കാം, നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിയേക്കാം. നമ്മൾ മുമ്പ് എടുത്ത ചില നിലപാടുകളെ സമൂലമായിട്ട് പുനഃപരിശോധിക്കുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനെ ആ സിനിമയെ തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റാൻ ചിലപ്പോൾ പ്രേരണയായേക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ വ്യക്തികളുമായിട്ടുള്ള ഒരു ഇന്റിമസി തീർച്ചയായിട്ടും ഇതിലൊരു വലിയ ഘടകമല്ലേ? ഇപ്പോ ചിന്ത രവി ആയിട്ടും അതുപോലെ തന്നെ മന്ദാകിനി നാരായണനായിട്ടും ഒക്കെയുള്ള ആ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബന്ധം ഇതിന്റെ കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് അല്ലേ? അത് ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല ശരിക്കും. അത് ചില സമയത്ത് നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാൻ മടിക്കും. ചില കാര്യങ്ങൾ നമ്മൾ അവരെക്കുറിച്ച് അറിയാമെന്ന് നമ്മൾ വെറുതെ അസ്യൂം ചെയ്യും. ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഡോക്യുമെൻ്ററി ബാധിച്ചു എന്ന് വരാം. ചിലപ്പോൾ ഓപ്പണായിട്ട് ഒരു പരിചയമില്ലാത്ത ആളെക്കുറിച്ചാണ്, ഒരു മുൻ പരിചയമില്ലാത്ത ഒരാളെക്കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും. വേറെ രീതിയിലേക്ക് ഒരു അതിൻ്റെ അത്
എന്താ പറയുക ഉത്തരങ്ങൾ വഴി കടന്നു വരുന്ന അല്ലെങ്കിൽ ഉണ്ടായി വരുന്ന ഒരു ആ വ്യക്തിയെക്കുറിച്ചുള്ള രൂപം തികച്ചും വ്യത്യസ്തമാകാം. നമ്മൾ ഇൻഡിവിജ്വൽ ചിലപ്പോൾ വളരെ നന്നാകാം ഒരു റാപ്പ് ഉണ്ടെങ്കിൽ, ചില സമയത്ത് അത് പരിമിതിയായി മാറാം. അത് ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞു നമ്മൾ പ്രത്യേകിച്ച് വ്യക്തികളെ കുറിച്ചുള്ള ഡോക്യുമെൻ്റ് പ്രത്യേകിച്ചും ഡിജിറ്റൽ കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ പരിമിതികളില്ല. നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത് വെച്ചാൽ ധാരാളം സംസാരിക്കുകയും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളധികം ഓഡിയോ റെക്കോർഡിങ്സ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ കുറേ കൂടി ക്യാമറയിലേക്ക് കുറേ കൂടി ആൾക്കാർ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ കഴിയുന്നത്ര ഓഡിയോ റെക്കോർഡിങ്സ് എടുക്കുക, നമുക്ക് ഓഡിയോ ഉപയോഗിക്കുകയും ചെയ്യാം വാസ്തവത്തിൽ. അപ്പോൾ ആ രീതിയിലുള്ള ഫ്രീ വീലിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭാഷണങ്ങൾ നടത്തി അതിൽ നിന്ന് നമ്മളൊരു സിനിമയുടെ ഫോർമാറ്റിലേക്ക് വരുന്നതാണ് പലപ്പോഴും എനിക്ക് എളുപ്പമായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് പലപ്പോഴും ഇൻറ്റിമസി സഹായിക്കും. അത് പക്ഷേ ഇൻറ്റിമസി ഒരു എന്താ പറയുക ഒരു അവശ്യ ഘടകമൊന്നുമല്ല വാസ്തവത്തിൽ. ഇൻറ്റിമസി ഇല്ലാതെ ചെയ്യാം. അത് നമ്മൾ പ്രിപ്പയർനെസ്സും പിന്നെ അതൊരു പ്രോസസ്സാണ്. നമ്മൾ ആദ്യം ഒരാളെ കാണുന്നു, രണ്ടാമത് കാണുന്നു, മൂന്നാമത്, അപ്പോൾ നമ്മൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന നമ്മൾ ഫിലിം ചെയ്യുന്ന ആൾ നമ്മളെയും മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെയും അയാൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ക്രമേണ ഒരു തരം കെമിസ്ട്രി ഉണ്ടാവും അതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പലപ്പോഴും. സാർ ഇപ്പൊ പറഞ്ഞല്ലോ ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റി. ഇപ്പോൾ ഡിജിറ്റൽ കാലഘട്ടത്തിൽ വളരെ എളുപ്പമാണ്, എന്നിട്ട് പോലും ചില വ്യക്തികൾ ഇല്ലാതെ ആവുമ്പോൾ അവരെ പറ്റിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പിന്നെ TN ഗോപകുമാർ സാറിനെ പറ്റിയിട്ട്. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള വിഷ്വൽസ് വളരെ കുറവാണ് അതിൽ കാണുന്നത്. അപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെടാതെ പോയി എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ചിലപ്പോൾ ചിലരെ പറ്റിയിട്ടൊക്കെ ഉണ്ടാവാറില്ലേ, എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും? അത് ശരിയാണ്, നമ്മളെപ്പോഴും തോന്നാറുണ്ട് നമുക്ക് പല രീതി. ഇപ്പോൾ ഇന്ന് തന്നെ ജീവിച്ചിരിക്കുന്ന പല സാഹിത്യകാരന്മാരായാലും സിനിമക്കാരായാലും പല രംഗത്തുള്ള സാഹിത്യം സിനിമ മാത്രമല്ല ശാസ്ത്രവും എല്ലാം ഉണ്ടല്ലോ. ഈവൻ സാധാരണ മനുഷ്യർ പോലും പല രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ്. പലപ്പോഴും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള പരിതാപകരമാണ് ശരിക്കും. പക്ഷേ അതൊരു ഡോക്യുമെന്ററി ഫിലിം മേക്കർക്ക് ഒരു പരിമിതിയാവേണ്ട ആവശ്യമില്ല. നമുക്ക് പല രീതിയിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളും നമുക്ക് തികഞ്ഞെടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ജോൺ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത് ജോണില്ലല്ലോ, എങ്കിലും ജോൺ മറ്റുള്ള മെമ്മറീസിലൂടെ ഒരു ജോണിനെ നിർമ്മിച്ചെടുക്കുക ചെയ്യുന്നത്. എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിലാണ് ആൾക്കാർ ജോണിനെ അനുഭവിച്ചിരുന്നത്, ജോൺ ഓർത്തെടുക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ജോൺ എന്താണ്, ഇതിലൂടെ ഉണ്ടാകുന്നൊരു ജോണുണ്ട്. ജോണിൻ്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ജോണിനെ സന്നിഹിതമാക്കുന്നുണ്ട് ആ സിനിമ. അപ്പം അത്തരം പല രീതിയിൽ തന്നെ സമീപിക്കാം യഥാർത്ഥത്തിൽ. പക്ഷേ ഇതിലിപ്പോ ഡോക്യു ഫിക്ഷൻ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ഡോക്യുമെന്ററി അല്ലാതെ ഡോക്യു ഫിക്ഷൻ. അപ്പൊ അത് കുറച്ച് വളരെ ഒരു വല്ലാത്ത ഒരു രീതിയിലേക്ക് ചിലപ്പോഴൊക്കെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം അത് ഫിക്ഷണലാണല്ലോ, ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വ്യക്തികളെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന, അത് എത്രമാത്രം സ്വാഭാവികത ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിനെ പുനരാവിഷ്കരിക്കാനൊക്കെ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത് പരിപൂർണമായ നമ്മൾ ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് പരിഗണിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഡോക്യുമെൻ്ററിയിലും ഫിക്ഷൻ ഉണ്ട്, എല്ലാ ഫിക്ഷനിലും ഡോക്യുമെൻ്ററി ഉണ്ട്. ഇനി ഫിക്ഷൻ ഫിലിം നിങ്ങൾ ഏത് ഫിക്ഷൻ എടുത്താലും ആ ഫിക്ഷൻ സിനിമ ഒരു കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ ഇപ്പോൾ കോഴിക്കോടാണ് സിനിമ ചിത്രീകരിക്കുന്ന അങ്ങാടി എന്ന് പറഞ്ഞ സിനിമ അങ്ങാടി കാലത്തെ ആ സമയത്തെ 80കളിലെ കോഴിക്കോടിൻ്റെ കോഴിക്കോട് ചന്തയും എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഡോക്യുമെൻ്ററിയാണ് അർത്ഥത്തിൽ. വസ്ത്രധാരണ രീതി, സംഭാഷണ രീതി, ആൾക്കാരെ പെരുമാറ്റ രീതി, വീടകങ്ങൾ, പലതും ആർക്കിടെക്ചർ, റോഡ് എല്ലാം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫിക്ഷനും ഡോക്യുമെൻ്ററിയാണ്. അതുപോലെ എല്ലാ ഡോക്യുമെൻ്ററിയും ഫിക്ഷനാണ്. ഡോക്യുമെൻ്ററിക്കകത്ത് ഫിക്ഷൻ ഉണ്ട്. പക്ഷേ ഡോക്യുമെൻ്ററി എന്ന പരിപൂർണ്ണ സത്യത്തെ എല്ലാ ആംഗിളിൽ നിന്ന് കൊണ്ടുവരികയല്ല ചെയ്തു, ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ് ചെയ്തു. അതിൽ ഫിക്ഷൻ ഉണ്ട് ശരിക്കും. പിന്നെ നമ്മളൊരു ഡോക്യുമെൻ്ററിക്കകത്ത് ഇപ്പോൾ പലരും നമ്മൾ ഡോക്യുമെൻ്ററി ഒരു വ്യക്തിയെക്കുറിച്ചാണ്, സംഭവത്തെക്കുറിച്ചാണെങ്കിൽ ആ സംഭവത്തെ പലപ്പോഴും പുനരവതരിപ്പിക്കാൻ, നാടകീയമായി പുനരവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ചിലപ്പോൾ അതൊരു എന്താ പറയുക പലപ്പോഴും ഡോക്യുമെൻ്ററി സംവിധായകരുടെ പരിമിതികൾ മൂലമാകാം. പല രീതിയിലുള്ള ഇപ്പോൾ അഭിനേതാക്കളെ അതിനൊരു ഫിക്ഷൻ ഫിലിമിൻ്റെ വലിയ സെറ്റപ്പൊന്നും ഇല്ലാതെയാണ് ഡോക്യുമെൻ്ററി എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ഈ ഫിക്ഷണലായിട്ടുള്ള ഡോക്യുമെൻ്ററിക്കകത്ത് ഫിക്ഷണൽ എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഇനാക്റ്റഡ് ആയിട്ടുള്ള ഘടകങ്ങൾ പലപ്പോഴും ദുർബലമായി തോന്നാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു കൈയടക്കം പോലെ ഇരിക്കും. നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും, എങ്ങനെയാണ് അതിനെ ചെയ്തെടുക്കുക എന്നുള്ളതൊരു ചാലഞ്ചിങ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ ഇതിൽ ഈ സത്യം കണ്ടെത്തുക അല്ലെങ്കിൽ അതിൽ വലിയ കാര്യമില്ല ശരിക്കും. എല്ലാ ഫിക്ഷനിലും ഡോക്യുമെൻ്ററി ഉണ്ട്, എല്ലാ ഡോക്യുമെൻ്ററി ഫിക്ഷൻ ഉണ്ട്. നമ്മളൊരു ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്. അത് സമഗ്രമാണെന്നുള്ള അല്ലെങ്കിൽ സത്യമാണ് എന്നുള്ള ക്ലെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ഒരു നിലപാടാണ്, നമ്മൾ ഒരു ലോകത്തെ ഈ സമയത്ത് കാണുന്ന രീതിയാണ്. അത്രേ ഉള്ളൂ. നമ്മള് മുക്തയിലേക്ക് പോവുകയാണ്.
ഇപ്പോൾ സാർ പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് എല്ലാ ഡോക്യുമെന്ററിയും ഒരു അർത്ഥത്തില് ഫിക്ഷനും, എല്ലാ ഫിക്ഷനും ഒരു അർത്ഥത്തിൽ ഡോക്യുമെന്ററി ആണ്. ഇത് എങ്ങനെയാണ് പിന്നെ മുക്ത ഇതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയും? ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. അതായത് ഇതെല്ലാം പേഴ്സ്പെക്റ്റീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തര് ഒരേ വിഷയത്തിനെ തന്നെ പല രീതിയിൽ കാണും. ജോണിനെ കുറിച്ച് പറഞ്ഞ പോലെ അച്ഛൻ എടുത്തു വെച്ചിട്ടുള്ളത് അച്ഛൻ അറിയാവുന്ന ഒരു വേർഷൻ ഓഫ് ജോൺ, അല്ലെങ്കിൽ അച്ഛൻ അനുഭവിച്ച ജോണിനാണ്. ഓരോ ആൾക്കാർക്കും അവകാശപ്പെടാവുന്ന ഇൻഡിവിജ്വൽ. ഇപ്പൊ ഞാൻ ഡോക്യുമെന്ററി ചെയ്യുമ്പം ഈ ജോണിനെ ഞാൻ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ വളരെയധികം ജോണിനെ അറിയുകയും ജോൺ കൂടെ ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ പലപ്പോഴും തോന്നുകയൊക്കെ ചെയ്യുന്നത് അത് എന്റെ വേർഷൻ ഓഫ് ജോൺ. സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്ന കാര്യമാണ്. ന്യൂസ് എടുക്കുമ്പോൾ പോലും എനിക്ക് ഇപ്പോഴും തോന്നുന്നത് വളരെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം ന്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അതിലും നമ്മൾ ഏത് പെർസ്പെക്റ്റീവ് ആണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വാർത്ത നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടാതെ പോകുന്ന ഒരുപാട് വേറെ വാർത്തകളുണ്ട്. അതിൽ തന്നെ നമ്മുടെ പെർസ്പെക്റ്റീവോ അല്ലെങ്കിൽ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ വന്നു കഴിഞ്ഞു. ഇപ്പം കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ആയിട്ട് ഒരു മീഡിയം അല്ല ഈ ഒരു മീഡിയം. ഡോക്യുമെന്ററി ഇപ്പോ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് പല ഡോക്യുമെന്ററീസും നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നത്, കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഡോക്യുമെന്ററികൾ ഇങ്ങനെ സ്പൊറാഡിക് ആയിട്ട് കിടക്കുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അത് പിന്നെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. ഇതിപ്പോ ഇത് ഇവിടെ സംസാരിച്ച പലരും അഭിപ്രായപ്പെടുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടി എടുക്കുന്നു അവരുടെ കയ്യിലൊക്കെ അകപ്പെട്ടു പോവുകയും പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത പോലെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ ഇപ്പോ ഇന്നത്തെ അതിഥികളായിട്ട് എത്തിയിട്ടുള്ള രണ്ടുപേർക്കും അതിനെ പറ്റിയിട്ട് സ്വന്തമായിട്ടുള്ള ചില അനുഭവങ്ങളും ഉണ്ടാവും. എങ്ങനെയാണ് അതിൽ പ്രതികരിക്കുക? ഞാൻ എഗ്രി ചെയ്യുന്ന കാര്യമാണ്. ഡോക്യുമെന്ററി ഒരു അത്ര പോപ്പുലർ മീഡിയം അല്ല ഇപ്പോഴും. പലപ്പോഴും ഇവര് എന്താ പറയാ, ഇപ്പൊ വ്യക്തികളെ കുറിച്ച് എടുക്കുന്ന ഡോക്യുമെന്ററി ശ്രദ്ധിക്കപ്പെടുക അധികവും അവരുടെ മരണശേഷമായിരിക്കും. അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേണ്ടപ്പോ മാത്രമാണ് ഈ ഡോക്യുമെന്ററി നമ്മൾ അന്വേഷിച്ച് പോവാറ് പോലും. പക്ഷെ അത് ആ മീഡിയത്തിന്റെ ഒരു സ്വഭാവമാണ് തോന്നുന്നു. പോപ്പുലർ സിനിമകൾ പോലും വിജയിക്കാത്ത ഒരുപാട് പോപ്പുലർ സിനിമ, വലിയ നടന്മാരാണെങ്കിലും നടിമാരും ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും വിജയിക്കാത്ത പോപ്പുലർ സിനിമകൾ പോലും ഉണ്ട്. അപ്പൊ ഒരു ഡോക്യുമെന്ററി കാണാനുള്ള പ്രേക്ഷകർ ലിമിറ്റഡ് ആണ്. പക്ഷെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു വൺ ടൈം ഗോ എന്നുള്ള രീതിയിൽ ഫെസ്റ്റിവൽസും കാര്യങ്ങളുമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ IDSFK ആ രീതിയിൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ് കേരളത്തിൽ. ഒരുപാട് ഹലോ ഹലോ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു മുക്ത. ഇപ്പൊ പറഞ്ഞത് കേട്ടില്ല, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാമോ? പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം OTT മീഡിയംസ് എടുത്താൽ വലിയ ബഡ്ജറ്റിൽ എടുക്കുന്ന, അവിടെയും എത്തിപ്പെടുന്നത് അത്ര എളുപ്പമല്ല, പക്ഷെ വലിയ ബഡ്ജറ്റിൽ എടുക്കുന്ന തരം ഡോക്യുമെന്ററികൾ കുറച്ചുകൂടി എനിക്കൊന്ന് എപ്പീലിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ക്രൈം ഡോക്യുമെന്ററീസ് ആണ്. ഈ ചില ഡോക്യുമെന്ററീസിന് ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതല്ലാത്ത തരം ഡോക്യുമെന്ററീസും ഇപ്പൊ വന്നു തുടങ്ങുന്നുണ്ട്. കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്, OTTകൾ പോലെ ഡോക്യുമെന്ററിക്ക് മാത്രമായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് വന്നാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വിസിബിലിറ്റി ഉണ്ടാവും. പറഞ്ഞ എഗ്രി ചെയ്യുന്ന വേറൊരു സാധനം, പലപ്പോഴും നമുക്ക് ഇത് കാണണം എന്നുണ്ടാവും, പക്ഷെ ഇത് എങ്ങനെയാ കാണേണ്ടത്, അതായത് അവൈലബിൾ അല്ലാത്തതിന്റെ ഒരു പ്രശ്നവും പല ഡോക്യുമെന്ററികൾക്കുണ്ട്. സാറ് ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളായിരുന്നു. വെങ്കടേശ്വര സാർ. എനിക്ക് തോന്നുന്നു മുത്ത് പറഞ്ഞ പോലെ ഒരു പക്ഷേ ഡോക്യുമെൻ്ററികൾക്ക് ഫെസ്റ്റിവലുകൾ ഒഴികെ, ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ ഒഴികെ വലിയ മറ്റ് പ്ലാറ്റ്ഫോംസ് ഇല്ല. അതുപോലെ ടെലിവിഷൻ, ഇപ്പോൾ സ്വതന്ത്ര ഡോക്യുമെൻ്ററികളൊന്നും ടെലിവിഷൻ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ തിയേറ്ററിൽ ഒരിക്കലും അത് എത്തുന്നില്ല. ഈ വളരെ ചുരുങ്ങിയ ഒരു പ്രേക്ഷക സമൂഹം അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ്സോ പ്ലാറ്റ്ഫോംസോ അതിനുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിൽ തന്നെ വേറെ കാര്യം എനിക്ക് തോന്നുന്നത്, ഈ ക്രമേണ രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന്, പലപ്പോഴും ഡോക്യുമെൻ്ററികൾ ഇപ്പോൾ യൂട്യൂബ് പോലുള്ള പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വരുന്നു. അതിൽ പല തരം ഡോക്യുമെൻ്ററികൾ വരുന്നു. അതൊക്കെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പബ്ലിക് ആർക്കൈവ്സ് ആണ്. മുമ്പ് ഇത് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ പലരും അവരുടെ ഡോക്യുമെൻ്ററികളും അവരുടെ ഷോർട്ട് ഫിലിംസും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ആരൊക്കെ ആക്സസ് ചെയ്യുന്നത് നമുക്കറിയില്ല. പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാം, പല രീതിയിൽ കാണപ്പെടുന്നുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കും. അതിന് വേറെ ഒരു ലോങ്കർ ലൈഫ് ഇത്തരം മീഡിയ പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയിൽ ഇന്ത്യൻ സിനിമാ രംഗം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, ലാവണ്യപരമായി സാഹസികമായിട്ടുള്ള, ഏറ്റവും പുതിയ നൂതനമായ പരീക്ഷണങ്ങളും
രൂപപരമായ പരീക്ഷണങ്ങൾ, ഏറ്റവും നൂതനമായ വിഷയങ്ങൾ, പരിചരണ രീതികൾ ഒക്കെ എന്താ പറയുക പരീക്ഷിച്ചിട്ടുള്ളത് ഡോക്യുമെൻ്ററികളാണ്, ഫിക്ഷൻ സിനിമയേ അല്ല. ലോകത്തെമ്പാടുമുള്ള ഒരുപാട് ഇന്ത്യൻ ഡോക്യുമെൻ്ററീസാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പായൽ കപാടി ആയാലും എന്താ പറയുക ധാരാളം ഡോക്യുമെൻ്ററി ഫിലിം, അമർ കൺവർ അല്ലെങ്കിൽ നമ്മുടെ ദീപ ധൻരാജ് പോലുള്ള ഒരുപാട് ഡോക്യുമെൻ്ററി സംവിധായകർ രംഗത്തുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഒരുപാട് ഡോക്യുമെൻ്ററികൾ ഉണ്ടായിട്ടുണ്ട്. ഫിക്ഷനേക്കാളധികം സജീവവും സർഗാത്മകവുമാണ് യഥാർത്ഥ ഡോക്യുമെൻ്ററി പ്രൊഡക്ഷൻ ഇന്ത്യയുടെ. പക്ഷേ ഇതൊരിക്കലും കാണപ്പെടുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇത് കാണപ്പെടാതിരിക്കാനുള്ള കാരണം ഈ ഡോക്യുമെൻ്ററികളുടെ ഒരു പ്രേക്ഷക സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. കേരളത്തിൽ ഫിലിം സൊസൈറ്റികൾക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഡോക്യുമെൻ്ററികളെ നല്ല രീതിയിൽ ക്യൂറേറ്റ് ചെയ്തിട്ട് നമുക്ക് പല സ്ഥലത്ത് കൊണ്ടുപോകേണ്ടതാണ്. ഇതൊരു റാൻഡമായിട്ടുള്ള കുറേ ഡോക്യുമെൻ്ററീസ് അവിടെ ഉണ്ട്. നമ്മളൊരു ഫെസ്റ്റിവൽ പോലെ കുറേ ഡോക്യുമെൻ്ററികൾ കാണിക്കുക മാത്രമല്ല, ഓരോ വിഷയങ്ങളെ സംബന്ധിക്കുന്ന പല കാലത്തുണ്ടായ ഡോക്യുമെൻ്ററികൾ, പല രാജ്യത്തും പല സന്ദർഭങ്ങളിലും ഉണ്ടായ ഡോക്യുമെൻ്ററികൾ ഒന്നിച്ചു കൊണ്ടുവന്ന് ക്യൂറേറ്റ് ചെയ്ത് ഒരുപാട് പാക്കേജുകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അത്തരം ചാലഞ്ചിങ് ആയിട്ട് യങ് ക്യൂറേറ്റേഴ്സ് ഉണ്ടാവേണ്ട ഒരു കാലം കൂടിയാണ്. അങ്ങനെ ഡോക്യുമെൻ്ററികൾക്ക് ഒരു പുതിയ ജന്മം കിട്ടുന്നു, പുതിയ രീതിയിൽ അവർ കോണ്ടെക്സ്റ്റുവലൈസ് ചെയ്യപ്പെടുന്നു. അല്ലാതെ കുറേ ഡോക്യുമെൻ്ററികൾ ഉണ്ടെന്നുള്ള ശരിയാണ്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അവയെ കുറേക്കൂടി സീരിയസ് ആയി സമീപിക്കുന്ന, അല്ലെങ്കിൽ അവ എന്താണ് നമ്മുടെ ഈ കാലഘട്ടത്തോട് സംസാരിക്കുന്നത്, എന്തൊക്കെ രീതിയിലാണ് പ്രശ്നങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി കുറേക്കൂടി സജീവമായ രീതിയിൽ അതിൻ്റെ പ്രേക്ഷക സമൂഹവുമായി കണക്ട് ചെയ്യുന്ന പുതിയ വേദികൾ, പുതിയ എന്താ പറയുക ക്യൂറേറ്റർമാർ, പുതിയ ഫെസ്റ്റിവൽ രൂപങ്ങൾ, പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നത്. സർ, ഇത് സാർ പറയുമ്പോഴാണ്, അതായത് ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഡോക്യുമെന്ററിക്ക് പ്രത്യേകം അവാർഡ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഇല്ലാതെ ആയി. അതിന് പ്രത്യേകമായിട്ട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ നടത്തിയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് ഇതിനെ ഒന്ന് മാറ്റുകയല്ലേ ചെയ്തത്? അത് അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതായിരിക്കും ഉണ്ടാക്കുന്നത്. അതെനിക്ക് അറിഞ്ഞെന്ന് വെച്ചാൽ അത് ശരിക്കും കേരളത്തിലെ സ്റ്റേറ്റ് ഫിലിം അവാർഡുകളെ കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ, സ്റ്റേറ്റ് ഫിലിം അവാർഡുകളിൽ നിന്ന് ഡോക്യുമെൻ്ററി മാറ്റാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എണ്ണം. പണ്ട് ഡോക്യുമെൻ്ററികൾ ഫിലിമിൽ മാത്രം ചെയ്യുന്ന കാലത്ത് അതിൻ്റെ എണ്ണം വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ട് അതൊരു പ്രത്യേക ഒരു വിഭാഗമായി പരിഗണിക്കപ്പെട്ടിരുന്നു. പിന്നെ ടെലിവിഷൻ വന്നതോടുകൂടി ഓരോ വർഷവും 10,000-കണക്കിന് ടെലിവിഷൻ ഡോക്യുമെൻ്ററികൾ ഉണ്ടാകുന്നുണ്ട്. ഇത് മുഴുവൻ സബ്മിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ കൂടെ പരിഗണിക്കാൻ പറ്റാത്ത, ഫിക്ഷൻ്റെ കൂടെ പരിഗണിക്കാൻ പറ്റാത്ത അത്ര എണ്ണമുള്ളത് കൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും, ടെലിവിഷൻ അവാർഡാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വേറെ തരം പ്രശ്നമാണ്. അവാർഡുകളുടെ ഒരു പ്രശ്നം, അവാർഡുകൾ എങ്ങനെ കൊടുക്കണം, അതിൻ്റെ കാറ്റഗറി എന്തായിരിക്കണം, ഏതിനെ ഉൾപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ വളരെ സാങ്കേതികവും ബ്യൂറോക്രാറ്റിക്കായ ചില പ്രശ്നങ്ങളാണ്. ഞാൻ പറയാം, മറുവശത്ത് ഈ ഡോക്യുമെൻ്ററികളെ കുറേക്കൂടി വ്യാപകമായ രീതിയിൽ നമ്മളുടെ OTT പ്ലാറ്റ്ഫോംസ് വഴിയോ, അല്ലെങ്കിൽ പല രീതിയിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയോ, അല്ലെങ്കിൽ ഓൺലൈൻ ഫെസ്റ്റിവൽസ് വഴിയോ ഒക്കെ നമുക്ക് ശരിക്കും പ്രചരിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഉപയോഗിച്ച് അതിനൊരു ഫോക്കസ് കൊണ്ടാൽ മാത്രമേ ഡോക്യുമെൻ്ററികൾ ആൾക്കാർ സീരിയസ് ആയി കാണാൻ തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിന് പ്രേക്ഷകരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെ കണക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. സർക്കാർ മാധ്യമങ്ങൾ പോലും ഈ ഡോക്യുമെന്ററീസ് ആദ്യം പ്രദർശിപ്പിച്ചിരുന്ന ദൂരദർശനെല്ലാം ഇപ്പോൾ ഡോക്യുമെന്ററീസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുപോലെ നമ്മളുടെ മറ്റു മലയാളം ചാനലുകൾ ഒരു കാലത്ത് നല്ല ഡോക്യുമെന്ററികൾ നമ്മൾ അതിൽ കൂടി കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രൈം ടൈമിലൊന്നും ഇത് പ്രദർശിപ്പിക്കുന്നില്ല. റേറ്റിംഗ് ഒരു വലിയ ഘടകമായിരിക്കാം. അപ്പോൾ അത് ഈ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനുള്ള പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് സത്യത്തില്. എൻ്റെ ഒരു തോന്നൽ, യഥാർത്ഥത്തിൽ റാഡിക്കലായ ഡോക്യുമെൻ്ററീസ്, ഇന്ന് ഇന്ത്യയുടെ സ്ഥിതിയും എല്ലായിടത്തുള്ള ഭരണകൂടങ്ങളുടെ ഡോക്യുമെൻ്ററി സത്യം പറയുന്നതുകൊണ്ട് തന്നെ, ഡോക്യുമെൻ്ററികൾ ജനപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ, ഡോക്യുമെൻ്ററി എല്ലാ കാലത്തും പ്രതിപക്ഷമായിരിക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഭരണകൂടങ്ങളോ മൂലധനമോ ഡോക്യുമെൻ്ററികൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് സമാന്തരമായ മൂലധനത്തോടും ഭരണകൂടത്തോടും തിരിച്ച് സംസാരിക്കുന്ന ഡോക്യുമെൻ്ററികൾ സമാന്തരമായ സർക്യൂട്ടുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയായിരുന്നു നിലനിൽക്കാൻ കഴിയുള്ളൂ. എന്നുവെച്ചാൽ പൊതുവെ പബ്ലിക് സെക്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റിൻ്റെ മാത്രം ശബ്ദമായി മാറുകയാണ്. സ്റ്റേറ്റിൻ്റെ താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു എത്രയോ വളരെ വ്യാപകമായി തന്നെ. അപ്പോൾ അതൊന്നും ഡോക്യുമെൻ്ററിയുടെ പ്രതീക്ഷകളല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്യുമെൻ്ററി പ്രതീക്ഷ കിടക്കുന്നത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നൽകുന്ന, അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള പലതരം വേദികളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയും പുതിയ രീതിയിൽ പുതിയ പ്രേക്ഷക സമൂഹത്തെ ആഗോളതലത്തിൽ തന്നെ ഒന്നിച്ചു കൊണ്ടുവരാനും പുതിയ ചർച്ചകൾക്ക് രൂപം കൊടുക്കാനും കഴിയുന്ന സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അത് ഭരണകൂടത്തിനും മൂലധനത്തിനും പുറത്ത് നിലനിൽക്കുന്നുണ്ട്. സമാന്തരമായ
സാധ്യതകൾ നിലനിൽക്കുന്നില്ല. അതാണ് ഒരു പക്ഷേ ഇന്നത്തെ ഡോക്യുമെൻ്ററി ഫിലിം മേക്കേഴ്സ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. സർ, ഇതില് ഇപ്പൊ കൂടുതൽ ആളുകൾ ഡോക്യുമെന്റേഷൻ നടത്തേണ്ടത് വളരെ ആവശ്യം തന്നെയാണെങ്കിലും ഇതിന് കൂടുതൽ ആളുകൾ രംഗത്ത് വരാത്തതിന്റെ ഒരു കാരണം സാമ്പത്തികം കൂടിയല്ലേ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് പ്രയത്നം വേണം, അധ്വാനം വേണം, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്രോതസ് എപ്പോഴും ഉണ്ടാവണം. അതൊരു കാരണമായിരിക്കില്ലേ? അല്ല, ഇതൊരു പാഷൻ്റെ കൂടിയാണ്. ഇപ്പോൾ മുക്ത സിനിമ ചെയ്യുന്നത് ആൾക്കാർ ആരെങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലോ, സ്വന്തം ചില താല്പര്യങ്ങളുണ്ട്, ചില വിഷയങ്ങളിൽ എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് തോന്നുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. പലതരം എന്താ പറയുക, അത് പാഷനാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. അതിൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടാകുന്ന ഇപ്പോൾ മിക്കവാറും ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഡോക്യുമെൻ്ററീസ് സ്വതന്ത്ര ഡോക്യുമെൻ്ററികളാണ്. അതൊന്നും ആരും ഫണ്ട് ചെയ്തതൊന്നുമല്ല. വളരെ അപൂർവം ഡോക്യുമെൻ്ററികളാണ് ഫണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബാക്കിയെല്ലാ ആൾക്കാരും ഓരോ പ്രശ്നങ്ങളെ സംബന്ധിക്കുന്നത്, ഇപ്പോൾ എൻഡോസൾഫാനെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീ വിഷയങ്ങളെക്കുറിച്ച്, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതര ലൈംഗികതയെക്കുറിച്ച്, ഇതെല്ലാം ചെയ്യുന്നത് ഒരിക്കലും എന്താ പറയുക, ഒരു ഭരണകൂടമോ മൂലധനമോ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലോ സപ്പോർട്ട് ചെയ്തിട്ടല്ല, അതിന് പുറത്താണ് സംഭവിക്കുന്നത്. അത് പല രീതിയിലുള്ള കൂട്ടായ്മകളാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കാലത്തും ഡോക്യുമെൻ്ററി ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ഒരുപക്ഷെ അതാണ് ഡോക്യുമെൻ്ററി ധർമ്മവും. എങ്ങനെയാ അതിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മുക്ത ഇതിലൊരു അഭിപ്രായം പറയാമോ? എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തികം കണ്ടെത്തുന്നത്? സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അടിത്തറ ഡോക്യുമെന്ററി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഡിജിറ്റൽ ആയതിന്റെ വളരെ സൗകര്യം ഇന്നത്തെ ഡോക്യുമെന്ററികളിലുണ്ട്. സെല്ലുലോയിഡിലോ ഫിലിമിലോ എടുക്കുന്ന പോലെയല്ല. ഒരുവിധം ആ രീതിയിൽ ജനകീയമായിട്ടുണ്ട്. മീഡിയം പോലും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന മൊബൈൽ ഫോണിലാണെങ്കിൽ പോലും ഡോക്യുമെന്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് ആ മീഡിയം കുറച്ചുകൂടെ സോഷ്യൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ജനകീയമാണ് ആ രീതിയിൽ. ഫണ്ടിങ്ങിന്റെ കേസിൽ പറയുന്ന പോലെ അതിപ്പം ഡോക്യുമെന്ററി എന്നല്ല, സോക്കോൾ വളരെ പോപ്പുലർ സിനിമകളാണെങ്കിൽ പോലും എസ്പെഷ്യലി സ്ത്രീകൾ എത്ര പേര് മെയിൻ സ്ട്രീം സിനിമയിൽ വരുന്നുണ്ട്, ഞാൻ ഓൺ സ്ക്രീൻ അല്ല പറയുന്നത്, ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ റോളുകളിൽ എത്ര സ്ത്രീകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ എത്ര കണ്ട് ക്യാപിറ്റൽ മെയിലാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ നമുക്ക് എക്വയർ ചെയ്യാൻ പറ്റാത്തത്ര അങ്ങനത്തെ ഒരു ഫിനോമിനയാണ് എന്നുള്ളത് വളരെ ഒബ്വിയസ് ആണ്. പിന്നെ ഇൻ ടേംസ് ഓഫ് ഈ പാഷൻ പറയുന്ന പോലെ തന്നെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന് എക്സ്ട്രാ മൈൽ സഞ്ചരിക്കുന്നതാണ് നമ്മളെല്ലാവരും. ഇതിന്റെ വാല്യൂ ഇപ്പോഴല്ല, ഞാൻ പറയുന്ന പോലെ നേരത്തെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് പലപ്പോഴും അന്വേഷിച്ചു പോവുക. വളരെ സിമ്പിൾ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ തന്നെ വീട്ടിലിപ്പം ഗ്രാൻഡ് പേരൻസോ ആരെങ്കിലും മരിച്ചു പോകുമ്പോഴാണ് നമ്മൾ അവരുടെ കൂടെ അവരുടെ വോയിസ് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല ഫോട്ടോഗ്രാഫ് ഉണ്ടാവില്ല. നമ്മൾ ആ സമയത്ത് ഫ്രെയിം ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ഒരു നല്ല ഫോട്ടോഗ്രാഫ് പോലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഓഡിയോ ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഇല്ല, പലതും മൊമെന്റ്സ് മാത്രമാണ്. ആ രീതിയിൽ ഈ പല ആളുകളും വളരെ സിഗ്നിഫിക്കന്റ് ചരിത്രം മാത്രമല്ലാത്ത വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് ക്യാപിറ്റൽ ഒരിക്കലും കൂടെ നിൽക്കുന്ന ഒരു ഫോമല്ല. ഈ OTT പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും കുറച്ചെങ്കിലും ഇത്തരം ഡോക്യുമെന്ററികളെയും ഡോക്യു സീരീസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം. പക്ഷെ ഈ എല്ലാ ടോപ്പിക്കുകളോ പ്രത്യേകിച്ച് സ്റ്റേറ്റിനെതിരെ അല്ലെങ്കിൽ ഡോമിനന്റ് കോൺസെപ്റ്റുകൾക്കെതിരെ നിൽക്കുന്ന ഡോക്യുമെന്ററികൾക്ക് എന്തായാലും ക്യാപിറ്റൽ ആലോചിക്കുക പോലും ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇവിടെ താഴെ നമ്മുടെ സ്ഥിരം ശ്രോതാക്കളൊക്കെ ഉണ്ട്. ശ്രീ രാജഗോപാൽ സാർ ഉണ്ട്, രാജഗോപാൽ സാർ, അതുപോലെ സുരേഷ് നെല്ലിക്കോട്. ചോദ്യം ചോദിക്കാനുള്ളവർ ഒന്ന് ഹാൻഡ് റൈസിംഗ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് വരാവുന്നതാണ്. ശ്രീ സുരേഷ് നെല്ലിക്കോട് സാർ സംസാരിക്കുന്നുണ്ട്. ശ്രീ ആഷിഖ് ഉണ്ട്, അദ്ദേഹം സ്ഥിരമായിട്ട് ഇവിടെ എത്താറുള്ള ഒരു ശ്രോതാവാണ്. ഞാൻ അദ്ദേഹത്തെ പാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീ ആഷിഖ്. ഹലോ ഹലോ, ശ്രീ ആഷിഖ് ആൻഡ് ശ്രീ സുരേഷ് നെല്ലിക്കോട് സാറിന് ഞാൻ ഇൻവൈറ്റ് അയച്ചിട്ടുണ്ട്.
കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ശ്രീ സുരേഷ് നെല്ലിക്കോട്. ഞാൻ ഇൻവൈറ്റ് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ശ്രീ ആഷിഖ് സംസാരിക്കാനായിട്ട് അദ്ദേഹം ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്തു. ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മുകളിലേക്ക് വരാൻ പറ്റുന്നില്ല. ഞാൻ ഇൻവൈറ്റ് അയച്ചിട്ടുണ്ട് ശ്രീ ആഷിഖ്. കണക്ഷന്റെ പ്രശ്നമാണോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ഇൻവൈറ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. മുക്തയുടെ അടുത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ സ്ത്രീ വിഷയങ്ങളാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഈ സെയിൽസ് ഗേൾസിന്റെ പ്രശ്നമായാലും അതുപോലെ തന്നെ ഈ നമ്മൾ സെക്കൻഡ് ഫിഡിൽ എന്ന് പറയുന്ന ദമ്പതിമാരിൽ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, അതിപ്പോ സ്പൗസില് ഇപ്പൊ ഭർത്താവാണ് സൈലന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ സ്ത്രീ എനിക്ക് വോയിസ് ബ്രേക്ക് ചെയ്തു എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേട്ടോ? ചോദ്യം കേട്ടിരുന്നോ? ഇല്ല, കംപ്ലീറ്റ് കേട്ടിട്ടില്ല. സ്ത്രീ വിഷയം അല്ലാത്തതും ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് അതെ. ഇപ്പൊ സുനന്ദ പോലെ ഒന്ന് ചെയ്തു. ഇപ്പൊ പുതിയ കഥാപാത്രങ്ങളെ പറ്റിയിട്ട് പറയുമ്പോ ഇപ്പൊ മധുസാറിന്റെ വൈഫ് ജയലക്ഷ്മി, അതുപോലെ പിന്നെ അന്തരിച്ച ശ്രീ ശിവൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ചന്ദ്രമതി, അങ്ങനെയുള്ള വ്യക്തികളെ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ ഈ സ്പൗസില് ദമ്പതിമാരില് സ്ത്രീകളെ പറ്റി മാത്രമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൽ സൈലന്റ് ആയി പോയിട്ടുള്ള പുരുഷന്മാരെ പറ്റിയിട്ട് പറയുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളുടെ കഥയും സ്ത്രീകളുടെ വിഷയം പറയണം എന്ന് തന്നെ, അങ്ങനെ തന്നെ പറയണം എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് അത്തരം സിനിമകൾ ചെയ്തത്. പ്രത്യേകിച്ച് ബാക്കി ഡോക്യുമെന്ററികളാണെങ്കിലും ഇവിടെ നമുക്ക് ഒരുപാട് പുരുഷന്മാര് സംവിധായകരായിട്ട്, മെയിൻ സ്ട്രീം സിനിമയാണെങ്കിലോ ഡോക്യുമെന്ററി ആണെങ്കിലോ ഒരുപാട് പുരുഷ സംവിധായകരുണ്ട്. അവരുടെ ഒരുവിധം കഥകളെല്ലാം പുരുഷന്മാരെ കുറിച്ച് മാത്രമാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന ആളുകളെ കുറിച്ചാണെങ്കിൽ പോലും, മധു സാർ ആണെങ്കിലും, ശിവൻ അങ്കിൾ എന്നാണ് ഞാൻ വിളിക്കാറ്, ശിവൻ അങ്കിൾ ആണെങ്കിലും അടൂർ സാർ ആണെങ്കിലും, 3 പേരെ കുറിച്ചും പലതരം ഡോക്യുമെന്ററികൾ, അവരുടെ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവിതമാണെങ്കിൽ, അവരുടെ ഇൻഡിവിജ്വൽ സിനിമകളാണെങ്കിൽ, അവരുടെ മക്കളെ കുറിച്ചാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് തരം ഡോക്യുമെന്ററി, അവരുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽസിനെ കുറിച്ചാണെങ്കിലും ഒക്കെ ഒരുപാട് ഡോക്യുമെന്ററികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതില് ഒരിക്കലും രേഖപ്പെടുത്താതെ പോകുന്ന എലിമെന്റ് സ്ത്രീ ആയതുകൊണ്ട് തന്നെയും അവരുടെ ഭാര്യമാരായതുകൊണ്ട് തന്നെയുമാണ് അത് ഫോക്കസ് ചെയ്യണമെന്നും, ജെൻഡർ പലപ്പോഴും നമ്മൾ ബ്ലൈൻഡ് ആയി നിൽക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ എന്താ മീനിങ് കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഇനീഷ്യലി തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ, നമ്മുടെ ഹിസ്റ്ററി എടുത്താലും നമ്മൾക്ക് പെറ്റുപോറ്റിയവരുടെ ചരിത്രം നമുക്ക് ഒരുവിധം ഹിസ്റ്ററി ടെക്സ്റ്റിലൊന്നും കാണില്ല. കൊന്നൊടുക്കിയവരുടെ ചരിത്രം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് എന്തുകൊണ്ട് പഠിച്ചു എന്നുള്ളത്, റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം നമ്മൾ ഫോക്കസ് ഇപ്പോഴും ഇല്ല. പക്ഷെ അതിൽ പോലും മേല് മാത്രമാണ് ഹിസ്റ്ററിന്റെ ഭാഗമാവുന്നത്. കൃത്യമായിട്ട് ഇവരെ രേഖപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീകളെ കുറിച്ച് മാത്രം ഡോക്യുമെന്ററികൾ ചെയ്യണമെന്നും അതിന്റെ ടൈറ്റിലിന്റെ പേര് അവരുടെ തന്നെ പേര് വരണമെന്നും ഞാൻ വിചാരിച്ചു. ഓക്കെ, ഇവിടെ ചോദ്യം ചോദിക്കാൻ നമ്മൾ രണ്ടുപേരെയാണ് ഇൻവൈറ്റ് ചെയ്തത്. ചോദ്യങ്ങളില്ല, അദ്ദേഹത്തിന് സംസാരിക്കാൻ എത്താൻ പറ്റിയിട്ടില്ല. ചോദ്യങ്ങളില്ല, രണ്ടുപേരെയും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്നുള്ള ഒരു മെസ്സേജ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ശ്രീ ആഷിഖിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, പക്ഷെ അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കണക്ടിവിറ്റിയുടെ ഒരു പ്രശ്നമായിരിക്കും. അത് ശരിയാവുകയാണെങ്കിൽ ഇനിയും ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. കാൺ സി റിക്വസ്റ്റ് സെൻഡ് ടു മൈ പ്രൊഫൈൽ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ കണക്ഷൻ വീക്ക് ആയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്.
ഇപ്പോ മുക്ത പറഞ്ഞല്ലോ, അതായത് ഒരുപാട് റിസർച്ച് വേണം ഓരോ ഡോക്യുമെന്ററിക്കും. നമ്മൾ ഒരുപാട് സമയം വിനിയോഗിച്ച് അതിന്റെ പഠനം നടത്തി ഒരു വിഷയം പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോ അതിന്റെ ഫോളോ അപ്പുകൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കാറുണ്ട്. ഇപ്പോ ഇതിന്റെ ഈ സെയിൽസ് ഗേൾസിന്റെ ഒരു സമരം അതില് ഒരു ഓർഡർ ആയി, പിന്നീട് എന്തായി എന്നുള്ളത്, ആ സമരം വിജയിക്കുന്നത് വരെ നമ്മൾ അതിന്റെ പിന്നാലെ ഉണ്ട്. പിന്നീട് ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞല്ലോ, അത് വീണ്ടും ആ ഒരു വിഷയത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ഡോക്യുമെന്റേഷൻ നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലേ? അതെ, ഒരു പ്രോജക്റ്റും ആ രീതിയിൽ പൂർത്തിയായി എന്ന് എനിക്ക് അങ്ങനത്തെ ഒരു അക്കംപ്ലിഷ്ഡ് ഫീലിംഗ് കിട്ടാത്തൊരു മീഡിയമാണ് ഡോക്യുമെന്ററി. പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹിക വിഷയങ്ങൾ ഇടപെടുമ്പോൾ, ഇത്തരം റൈസ് പോലത്തെ ഒരു വിഷയം ഇടപെടുമ്പോൾ ആ ഡോക്യുമെന്ററി പൂർത്തിയാവുന്നത് അല്ലെങ്കിൽ സക്സസ് ആവുന്നത് അത് എത്ര ഫെസ്റ്റിവലിൽ പോയിന്നോ അല്ലെങ്കിൽ അതിന് അവാർഡ് കിട്ടുന്നോ എന്നുള്ളതല്ല, പക്ഷെ മോർ ഓഫ് ആ വിഷയത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വന്നോ എന്നുള്ളതാണ്. ആ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് രീതിയിലാണ് റൈസ് എന്നുള്ള പ്രോജക്റ്റ് വിജയമാവുന്നത്. ഒന്ന് എന്റെ വർക്ക് കൊണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊരു ഫാക്ടറായി എന്ന് മാത്രം. ഒന്ന് തിരിച്ച് ആ റൂള് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടു എന്നുള്ളിടത്തും, രണ്ട് വിജയിച്ചിക്ക് ആ രീതിയിലുള്ള ഒരു റെക്കഗ്നിഷൻ കിട്ടി എന്നുള്ളിടത്തും. ബാക്കി ഞാൻ ചെയ്തിട്ടുള്ള വിഷയങ്ങൾ അത്തരം ഫോളോ അപ്പ് വേണ്ട തരം ഡോക്യുമെന്ററികളായിരുന്നില്ല. പക്ഷെ അത് അതൊരു അക്കംപ്ലിഷ്ഡ് ഫീലിംഗ് കിട്ടണമെങ്കിൽ അതിനൊരു സൊല്യൂഷൻ തന്നെയാണ്. ആ രീതിയിൽ ഇൻവോൾവ്മെന്റ് കുറവായിരിക്കണം ഒരു ഡോക്യുമെന്ററി ഫിൽം മേക്കർ എന്നും എനിക്ക് തോന്നാറുണ്ട്. ഒബ്ജക്റ്റീവായിട്ട് നമ്മുടെ ഈ പ്രോജക്റ്റ് മാത്രം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്താലേ ഡോക്യുമെന്ററി പൂർത്തിയാവുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു മോർ ഓഫ് ഡോക്യുമെന്ററിയും ആക്ടിവിസവും രണ്ടും കൂടി ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. റിസർച്ചിന്റെ കാര്യം അതെ, നമ്മൾ ഒരു വിഷയത്തിന്റെ മൾട്ടിപ്പിൾ ആംഗിൾസ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കും ഒരു അതായത് ഒരു സ്റ്റോറിയിൽ എന്താണ് പിൻ പോയിന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ ലെവൽ ഓഫ് റിസർച്ച് തന്നെ വേണം. ബാക്കി അതിന്റെ കൂടെ ഇവോൾവ് ചെയ്യുന്ന നമ്മൾ ആ ജേർണിയിൽ കിട്ടുന്ന ഒരുപാട് വ്യത്യസ്ത പെർസ്പെക്റ്റീവ്, നമ്മൾ വായിച്ചതല്ല പലപ്പോഴും അവിടെ കാണുക, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു ആംഗിൾ ഉണ്ടാവും അതേ സ്റ്റോറിക്ക്. അല്ലെങ്കിൽ നമ്മൾ അതായത് ഇപ്പൊ ശൂരമ്പടയുടെ കാര്യം ഞാൻ ഇനീഷ്യലി ഫോക്കസ് ചെയ്തിരുന്ന രീതിയിലേ അല്ല ആ ഡോക്യുമെന്ററി ഇവോൾവ് ചെയ്തത്. പണ്ടാരികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ളത് പോലും എനിക്ക് ഇനീഷ്യൽ റിസർച്ചിൽ അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ പണ്ടാരികൾ അന്വേഷിച്ചിട്ടുള്ള തരം ഒരു ആ രീതിയിലേക്കാണ് ഡോക്യുമെന്ററി നീങ്ങിയത്. അപ്പം ഇനീഷ്യൽ റിസർച്ച് പക്ഷെ എന്തായാലും ആവശ്യമാണ്, അല്ലെങ്കിൽ വളരെ ബ്ലാങ്ക് ആയിരിക്കും. ഈ വയലറ്റ് എന്ന് പറഞ്ഞ ഒരു ഫിലിമിനെ പറ്റി പറഞ്ഞല്ലോ, അതില് പൂർണ്ണമായിട്ടും സ്ത്രീകൾ സഹകരിക്കുന്ന ഒരു ചിത്രം, അതിലെ അഭിനേതാക്കളും സ്ത്രീകൾ മാത്രമാണോ? അല്ല, ടെക്നീഷ്യൻസ് ആണ്. നമുക്ക് സ്ത്രീകൾ മാത്രം വേണം എന്നുള്ള ഒരു എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഒരു പ്രേരണ? ബാക്കി മലയാള സിനിമയാണെന്ന് തോന്നുന്നു എന്റെ പ്രേരണ. കാരണം ഈ ചോദ്യം എൻറ്റയർ മെയിൽ ആയിട്ടുള്ള സിനിമകളോട് നമ്മൾ പൊതുവെ ചോദിക്കാറില്ല. നമ്മൾ ഒരുവിധം ക്രെഡിറ്റ് കാർഡ്, സിനിമയുടെ ക്രെഡിറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റിയും ആണുങ്ങൾ ഇപ്പം ലക്കിലി കുറച്ച് സ്ത്രീകൾ വരുന്നുണ്ട്. എത്രയോ മാറ്റമുണ്ട്, ഒരുപാട് സ്ത്രീകൾ ഇപ്പം സ്ത്രീകളെ വരുന്നില്ല എന്നല്ല, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് ഒരുവിധം മെയിൽ ഡയറക്ടേഴ്സിനോ മെയിൽ ക്യാമറ പേഴ്സണോ മെയിൽ പ്രൊഡ്യൂസേഴ്സ് ഒന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ആണുങ്ങളെ മാത്രം വെച്ച് സിനിമ എടുക്കാൻ തീരുമാനിച്ചത് എന്നുള്ള ചോദ്യം പൊതുവെ വരാറില്ല. അത് വരാത്തത് കൊണ്ട് തന്നെയാണ് ചെയ്യുമ്പം സ്ത്രീകളെ മാത്രം വെച്ച് സിനിമ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ജോൺ സിനിമയുടെ അനുഭവങ്ങളോ ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് അത് കോൺട്രിബ്യൂഷൻ, എങ്ങനെയാണത്? ജോൺ പ്യോർലി അച്ഛന്റെ പടം ആണ്. സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് അമ്മയാണെങ്കിൽ പോലും അത് നമ്മൾ ആ രീതിയിൽ ടെക്നിക്കലി മാത്രമാണ് അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എത്രയോ കാലമായിട്ട് ജോൺ ഒരു ട്രിബ്യൂട്ട് കൊടുക്കണം എന്നുള്ളത് അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഏത് രീതിയിൽ നിന്ന് നമുക്ക് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അതിപ്പോ ലേഖനങ്ങൾ എഴുതിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടാവാം, പല രീതിയിലും ട്രിബ്യൂട്ട് കൊടുക്കാം. അത് എല്ലാവരും അവർക്ക് അറിയുന്ന രീതിയിൽ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ജോണിന് ട്രിബ്യൂട്ട് കൊടുക്കേണ്ടത് സിനിമ ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ന് വിചാരിച്ചത്. ഐ മീൻ അങ്ങനെ ഒരു തോട്ടിലേക്ക് പോകുമ്പോൾ ഞാനും എന്റെ പിയർ ഗ്രൂപ്പ്, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ സിനിമ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ അതൊരു വളരെ വ്യത്യാസമുള്ള
ഒരു പടമാണ്. നമ്മൾ നോർമൽ സിനിമ എടുക്കുന്ന രീതിയിൽ അതും ഇനീഷ്യലി ഇതൊരു എന്താ ഐഡിയോളജിക്കലി കുറെ ക്ലാഷുകൾ ഉണ്ടായിരുന്നു. കാരണം ടിപ്പിക്കലി സിനിമ എടുക്കുന്ന രീതിയിൽ ആദ്യം നമ്മളൊരു പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്ത് പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്ത് ജോൺ ആയിട്ട് ഒരാളെ കാസ്റ്റ് ചെയ്ത് അത്തരം എളുപ്പമുള്ള ഒരു രീതിയായിരുന്നില്ല ജോൺ എന്ന് പറഞ്ഞ സിനിമ. നമ്മൾ ജോണായിട്ട് സിനിമ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. ക്യാമറ തന്നെയാണ് ജോൺ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് പേഴ്സണിലാണ് സിനിമ പോകുന്നത്. ജോണിന് കാണാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ജോൺ ഇന്ന് തിരിച്ചു വന്നാൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ബേസിക്കലി സിനിമയുടെ ഐഡിയ. അപ്പം മീഡിയം എന്നുള്ള രീതിയിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സിനിമ ചെയ്യാൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു സോളിഡ് ക്യാപിറ്റലോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള സ്ഥിരം രീതി അങ്ങനെ ജോൺ സിനിമ ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ജോൺ ചെയ്തിരുന്നത് ജോൺ എബ്രഹാം എന്ന് പറഞ്ഞ ഡയറക്ടർ സിനിമ ചെയ്തിരുന്നത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ്. പൈസ കളക്ട് ചെയ്ത് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സിമിലർ ആയിട്ടുള്ള ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറഞ്ഞ അപ്രോച്ചാണ് ചെയ്തിട്ടുള്ളത്. അതില് നമ്മൾ റിസോഴ്സസ് ആണ് നമ്മൾ സോഴ്സ് ചെയ്തത്. പൈസ ആരുടെ അടുത്തൊന്നും വാങ്ങിക്കാതെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ ആണ് അവരുടെ പ്രൊഡക്ഷനിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലാണ് സിനിമ ചെയ്തത്. പിന്നെ ഒരു ഡിഫറൻസ് എന്നുള്ളത് ജോണിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ് അമ്മയെ അറിയാൻ, അമ്മയെ റിപ്പോർട്ട് ടു മദർ എന്ന് പറയുന്ന. ഇത് തിരിച്ച് ജോണിനെ ഇപ്പം അടക്കം ചെയ്തിട്ടുള്ളത് ജോണിന്റെ അച്ഛന്റെ കല്ലറയിൽ തന്നെയാണ്. അപ്പം അച്ഛനോടുള്ള ഒരു സംഭാഷണമാണ് ഈ എൻറ്റയർ സിനിമ. ആ രീതിയിലാണ് ആ സിനിമയുടെ അപ്രോച്ചിന്റെ ചേഞ്ച്. ഇനിയിപ്പോ പുതിയ പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ, അതോ റിസർച്ചുമായിട്ട് PhD ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുതിയ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്? ഞാൻ പഠിപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും സിനിമയില് അല്ലെങ്കിൽ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ മീഡിയ ഫീൽഡിൽ എന്താ ടീച്ചിങ്ങിലേക്ക് കടക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മീഡിയം പ്രാക്ടീസ് ചെയ്യാതെയാവും, ടീച്ചിങ് മാത്രമാവും. ആ അപ്രോച്ച് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ ഞാനിപ്പം ഡോക്യുമെന്ററീസും കാര്യങ്ങളും ഇപ്പോഴും പ്രൊഡക്ഷനും എഡിറ്റും ഒക്കെ നടക്കുന്നുണ്ട്. വയലറ്റ്സ് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല, ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആണ്. വയലറ്റ്സിന്റെ സോങ്ങിന്റെ ഷൂട്ട് ഹോപ്പ്ഫുള്ളി അടുത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. അതിന്റെ സോങ് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. ഫാത്തിമ റഫീഖ് എന്ന് പറയുന്നവരാണ് എനിക്ക് മ്യൂസിക് ചെയ്തത്. ഫാത്തിമ റഫീഖ് എന്ന് പറയുന്നത് AR റഹ്മാന്റെ സിസ്റ്റർ ആണ്. അപ്പം ആ സോങ് ഹോപ്പ്ഫുള്ളി ഷൂട്ടും കാര്യങ്ങളും അധികം വൈകാതെ തുടങ്ങും. ഈ ജോൺ എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിൽ മാത്രം എടുക്കേണ്ടതായിരുന്നു? ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു മലയാളത്തിന്റെ ഒരു ചെറിയ ഒരു ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. ജോൺ എന്നുള്ള സിനിമ ആർക്കും ഏത് രീതിയിലും എടുക്കാവുന്ന ഒരു സിനിമ. അത് ഡോക്യുമെന്ററി എനിക്ക് വരുമ്പം അത് എനിക്ക് ഞാൻ ഈ ജേർണിയിൽ കണ്ടിട്ടുള്ള ജോണിനെയാണ് ഞാൻ അതില് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അച്ഛന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛന് ജോൺ ഒരു ട്രിബ്യൂട്ട് കൊടുക്കണം എന്നുള്ളത് എത്രയോ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇത്ര കാലമായിട്ടും പലരും നമ്മളിപ്പോ ജോൺ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, റിസോഴ്സസ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ജോണിന് വേണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ആ രീതിയിൽ ഒരു സ്റ്റാർട്ട് അതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ജോൺ സിനിമ ചെയ്യുന്നത്. മലയാളത്തിലും ബാക്കി ഭാഷകളിലും അതേപോലെ ഇപ്പോഴും ജോണെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിലും അവരുടെ വേർഷൻ ഓഫ് ജോൺ ചെയ്യാവുന്ന ഒരു ഫീൽഡാണ്, ഐ മീൻ ഒരു ഏരിയ തന്നെയാണ്. ഓൾസോ ബിക്കോസ് ഈ ഓരോ ആൾക്കാർക്കും ജോൺ എന്ന് പറയുന്നത് വേറെ തന്നെ അനുഭവങ്ങളായിരുന്നു. ഇപ്പൊ ഡോക്യുമെന്ററിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ തിരിച്ചറിഞ്ഞൊരു സാധനം എന്ന് പറയുന്നത് ഫ്രണ്ട് സർക്കിളിൽ വളരെ എന്താ പറയാ എനാർക്കിസ്റ്റ് ആയിട്ടുള്ള വളരെ ലൗഡ് ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ജോണിനെയാണ് കംപ്ലീറ്റ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയൊരു ജോൺ. പക്ഷെ അതേസമയം കോട്ടയത്തുള്ള ജോണിന്റെ സിസ്റ്റർ അടുത്ത് സംസാരിക്കുമ്പം വളരെ അച്ചടക്കമുള്ള ഒരു സിനിമ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ മദ്യപാനം പോലും കംപ്ലീറ്റ്ലി ഒഴിവാക്കി കൃത്യമായി രാവിലെ എഴുന്നേറ്റ് എഴുത്തും കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന അങ്ങേരുടെ നെവ്യൂസിനോടൊക്കെ പള്ളിയിൽ എന്തുകൊണ്ട് പോകുന്നില്ല എന്നും അവരെ എന്താ പറയാ ചീത്ത പറഞ്ഞ് പള്ളിയിൽ അയക്കുന്ന അതൊരു അപ്പൊ അവർക്ക് അറിയുന്ന ജോണും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.
അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരവരുടെ തന്നെ ആഹ് അതെ. രീതിയിലുള്ള ജോൺ ഉണ്ട്. പിന്നെ വേറെ ഒരു അഡീഷണൽ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജോൺ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും ജോണിന്റെ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ജോൺ ആസ് എൻ ഐക്കൺ ആണ് ആൾക്കാർക്ക് അറിയുന്നത്. ജോൺ അതെ. ആക്ച്വലി എന്താ ചെയ്തിട്ടുള്ളതെന്ന് ഒരുവിധം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഉം. ഈ അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ പിന്നെ ഷൂട്ടിങ്ങിന് എത്തുന്നു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളാണുള്ളത്. അപ്പൊ ഇത്ര അച്ചടക്കത്തോടു കൂടി എഴുതി തയ്യാറായി വരുന്ന ഒരാളാണെന്നുള്ളത് പലർക്കും അറിയില്ല. ഇപ്പൊ പറയുമ്പോഴാണ് നമ്മൾ ആ ഒരു വേർഷൻ ആലോചിക്കുന്നത് തന്നെ. അപ്പൊ ഒരു പല അപ്രോച്ചസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതെ. അങ്ങേർക്ക്. കാരണം അങ്ങനത്തെ സിസ്റ്റേഴ്സ് ആണ് പലപ്പോഴും അങ്ങനത്തെ സ്ക്രൈബ് ആയിട്ട് വർക്ക് ചെയ്തത്. എഴുതി ഓ, കൊടുത്തിരുന്നത് സിസ്റ്റേഴ്സ് ആണ്. ശരി. അപ്പം അവരുടെ വേർഷൻ എന്ന് പറയുന്നത് ഇതാണ്. പല വേർഷൻസും ആവാം. ഓരോരുത്തർക്ക് അറിയുന്ന ജോൺ ആണ്. അതെ. നമ്മള് ഡോക്യുമെന്ററികളെ കുറിച്ചാണ് ഇത്ര നേരം സംസാരിക്കുന്നത്. പക്ഷെ നമ്മള് ഇതിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് വെങ്കടേഷ് സാറ് ഒരു സൂചന തന്നു എങ്ങനെയായിരിക്കണം എന്നുള്ളത്. എന്നാലും ഒന്നുകൂടി അത് വിശദീകരിക്കാമോ സാർ? ഈ ഡോക്യുമെന്ററികൾ ഈ രീതിയിലാണെങ്കിൽ ഇത് എത്ര കാലം മുന്നോട്ട് പോകും? ഇപ്പൊ ഡിജിറ്റൽ മാധ്യമങ്ങൾ വന്നത് വലിയ ഒരു പിന്നെ സൗകര്യമാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ ഇത് കൃത്യമായിട്ട് നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്. എങ്കിൽ പോലും പലരും ഇപ്പൊ ഈ വേദിയിൽ തന്നെ വന്ന് സംസാരിച്ച പലരും ഇതിൽ അതൃപ്തരാണ്. എന്നുവെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല, ഇത് പ്രദർശിപ്പിക്കാനായിട്ടുള്ള സൗകര്യങ്ങളില്ല, ചെയ്ത ഇതിന് അംഗീകാരങ്ങൾ വേണ്ട പോലെ കിട്ടുന്നില്ല, ഇതിന് സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സർക്കാരിൻ്റെതായിട്ടുള്ള ഡോക്യുമെന്ററീസ് എടുക്കുമ്പോൾ അത് പിന്നീട് പ്രദർശിപ്പിക്കാനായിട്ടുള്ള കോപ്പിറൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് തരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഡോക്യുമെന്ററി സംവിധായകര്. അപ്പൊ അത് സംഘടനകളൊക്കെ ഈ രംഗത്ത് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. പലരും അതില് അംഗത്വം എടുത്തിട്ടുമുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ധാരണയിൽ വന്നിട്ടില്ല. അപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കൂടി ഈ ഒരു വേദിയിൽ രേഖപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് ഡോക്യുമെൻ്ററികളെ നമ്മളൊരു ഞാൻ കാണുന്നപ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്യുമെൻ്ററികളാകാം, അല്ലെങ്കിൽ സ്വതന്ത്ര ഡോക്യുമെൻ്ററികളാകാം. രണ്ട് തന്നെയായാലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ് ഡോക്യുമെൻ്ററി കാലത്ത്. ഒരുപക്ഷെ രീതിയിൽ ഭരണകൂടമോ മൂലധനമോ അവതരിപ്പിക്കുന്ന ആഖ്യാനങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ലാവണ്യത്തിന് പുറത്തു നിൽക്കുന്ന ഒരു പ്രതിലാവണ്യമെന്നോ പ്രതിപക്ഷമെന്നോ വിളിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഡോക്യുമെൻ്ററികളെ നിർവചിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പുതിയ രീതിയിലുള്ള, ഇപ്പോൾ എല്ലാ കാലത്തും നിങ്ങൾ ലോകത്തെ ഫിലിം മൂവ്മെൻറ്റ്സ് മുഴുവൻ ശ്രദ്ധിച്ചറിയാം, വെറും സിനിമകൾ നിർമ്മിക്കുക മാത്രമല്ല ചെയ്ത് പുതിയ രീതിയിൽ ഈ സിനിമകളെ അവതരിപ്പിക്കാനുള്ള വേദികൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ സ്ട്രീറ്റ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ തിയേറ്ററിന് പുറത്തേക്ക് കൊണ്ടുവരായത്, ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടിരുന്നു, ക്യാമ്പസുകളിൽ കാണിക്കുന്നു, റോഡുകളിൽ കാണിക്കുന്നു. ഇപ്പോൾ ഗ്രാഫിറ്റി ആർട്ട് എന്ന് പറയുന്നത് ഗാലറികളിൽ നിന്ന് ആർട്ട് പുറത്തേക്ക് വരുവാണ്. ഗ്രാഫിറ്റി ചുമരിൽ ചിത്രങ്ങളായി മാറുകയാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ കാലത്തും റാഡിക്കൽ ആർട്ട് എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളത് കലയ്ക്ക് പുതിയ ഭാഷ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ വേദികൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ കാഴ്ചക്കാരോട് അല്ലെങ്കിൽ അതിൻ്റെ പ്രേക്ഷകരോട് സംവദിക്കാനുള്ള പുതിയ എന്താ പറയുക വേദികൾ, പ്ലാറ്റ്ഫോംസും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്, ഇത് ആവശ്യം കൂടിയാണ്. പ്രത്യേകിച്ചും നമ്മളൊരു സത്യാനന്തര കാലത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മെയിൻ സ്ട്രീം മീഡിയയും മെയിൻ സ്ട്രീം വ്യവഹാരങ്ങളെല്ലാം തന്നെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറയേണ്ട ആവശ്യമുണ്ട്. സത്യം പറയപ്പെടുന്നുണ്ട്, പക്ഷേ സത്യത്തെ നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കുക, എന്ത് പ്ലാറ്റ്ഫോമിലാണ് അത് കൊണ്ടുവരിക, ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്നൊരു വേദി എവിടെയാണ് പോകുന്നത്, ഈ രീതിയിലുള്ള കുറേ ചോദ്യങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. ഡോക്യുമെൻ്ററികൾ ഇന്ന് നേരിടുന്ന, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററികളുടെ പ്രസക്തിയെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയമായി നിലനിൽക്കുന്നുണ്ട്, ലാവണ്യപരമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ചാലഞ്ച് ഏറ്റെടുക്കേണ്ടതെന്ന് എനിക്കുന്നു. ഡോക്യുമെൻ്ററി ഉണ്ടാകാതെ അല്ല, ശരിക്കും ഡോക്യുമെൻ്ററികൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത്തരം ഡോക്യുമെൻ്ററികൾ നമ്മൾ എങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ രണ്ട് രീതിയിലായിരിക്കാം. ഒന്ന്, എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമ്മൾ കണ്ടെത്തേണ്ടി വരും, പുതിയ കൂട്ടായ്മകൾ സൃഷ്ടിക്കേണ്ടി വരും. പല രീതിയിൽ ലോകം മുഴുവനുള്ള ഡോക്യുമെൻ്ററികൾ നമുക്ക് പരസ്പരം കൈമാറാവുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു, ഇന്നത്തെ ഡോക്യുമെൻ്ററി ഫിലിം മേക്കിംഗ് മാത്രമല്ല ഡോക്യുമെൻ്ററി ഫിലിം മേക്കറുടെ ഇന്നത്തെ ഒരു എന്താ പറയുക ധർമ്മം എന്ന് പറയുന്നത്. ഈ രീതിയിൽ പുതിയ രീതിയിൽ ഈ ഡോക്യുമെൻ്ററികളെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും
ഒരു പുതിയൊരു പ്രേക്ഷക സമൂഹത്തെ ഉണ്ടാക്കാനും ഇന്നത്തെ സമൂഹത്തിനോട് സത്യം പറയാനുമുള്ള ഒരു ധർമ്മം കൂടി അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടത് ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പല ഡോക്യുമെൻ്ററികളും നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നൊരു കാര്യം, ഡോക്യുമെൻ്ററി ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് റാഡിക്കലായി മാറിയിരിക്കുന്നു. നിങ്ങൾ ക്യാമറ തന്നെ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ ഡാറ്റാബേസ് സിനിമ എന്നൊക്കെ പറയുന്ന ഇന്ന് ഇൻ്റർനെറ്റിലും എല്ലായിടത്തും ലഭ്യമായിട്ടുള്ള ഒട്ടേറെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ഡോക്യുമെൻ്ററി ഉണ്ടാക്കാം. എന്നുവെച്ചാൽ അവിടെ ഉണ്ട്, ഓൾറെഡി വിഷ്വൽസ് അവിടെ ഉണ്ട്. ഈ വിഷ്വൽസ് നമ്മൾ വേറെ രീതിയിൽ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ രൂപം കൊടുക്കുന്നു, പുതിയ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നു. ഈ രീതിയിൽ പല കാര്യങ്ങളും ഇന്ന് സാധ്യമാണ്. നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് മാധ്യമപരമായ പരീക്ഷണങ്ങൾക്ക് രാഷ്ട്രീയമായ ചില നിലപാടുകൾ എടുക്കുന്നതിൽ ചില റിസ്ക് ടേക്കിംഗ്, പുതിയ രീതിയിൽ വേദികൾ അന്വേഷിക്കുക, പുതിയ കൂട്ടായ്മകൾ സൃഷ്ടിക്കുക, ഈ രീതിയിൽ പലതരം ചാലഞ്ചസ് ഇന്ന് ഡോക്യുമെൻ്ററി ഫിൽം മേക്കേഴ്സിന് മുമ്പിലുണ്ട്. ഈ ചാലഞ്ചസ് എല്ലാം തന്നെ പല രീതിയിൽ അവസരങ്ങൾ കൂടിയാണ്. ഇന്ന് ഡിജിറ്റൽ സാഹചര്യത്തിൽ അവസരങ്ങൾ കൂടിയാണ്, അതിനുപയോഗിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പല രീതിയിൽ ഇപ്പോൾ ഇന്ത്യൻ സിനി ഡോട്ട്മ എന്നൊക്കെ പറയുന്ന പോലുള്ള പരീക്ഷണങ്ങൾ, നിങ്ങൾ ഡോക്യുമെൻ്ററി എടുക്കുന്നു. ഇപ്പോൾ ഞാനൊരു ഡോക്യുമെൻ്ററി എടുക്കുമ്പോൾ ഞാനൊരു പക്ഷേ ഒരു 5 മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, ഞാൻ അതിനൊരു അരമണിക്കൂറായി ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഞാൻ ബാക്കിയുള്ള 4.5 മണിക്കൂർ ഫുട്ടേജ് ഞാനൊരു റിപ്പോസിറ്ററി ഇപ്പോൾ ഇന്ത്യൻ സിനിമ ഡോട്ട്മാരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിക്കാത്ത മെറ്റീരിയൽസ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ പലതരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടായി വരുന്നുണ്ട്. പലതരത്തിലുള്ള ചലച്ചിത്രമേളകളും ഡോക്യുമെൻ്ററി സംവിധായകരുടെ പരീക്ഷണങ്ങളും ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനും ക്യൂറേറ്റ് ചെയ്യാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരം സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഒന്നും ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഭരണകൂടത്തെയോ വ്യവസ്ഥാപിതമായ OTT അല്ലെങ്കിൽ ടെലിവിഷൻ പ്ലാറ്റ്ഫോമുകളെയോ മൂലധനത്തെയോ ആശ്രയിച്ച് ഒരിക്കലും ഡോക്യുമെൻ്ററി നിലനിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഏറ്റവും അധികം ഡോക്യുമെൻ്ററിയിൽ നിന്ന് പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതികരണങ്ങൾ അവശ്യമായിരിക്കുന്ന കാലഘട്ടത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ നന്ദി സർ. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് ഈ ഡോക്യുമെന്ററീസ് ധാരാളമായിട്ട് ഉപയോഗിക്കാമെന്ന് ഇവിടെ മുൻപ് സംസാരിച്ചവർ അഭിപ്രായം പറയുന്നുണ്ട്. പല വിദേശ സർവകലാശാലകളും നമ്മളുടെ പല ഡോക്യുമെന്ററികളും വിലക്കെടുക്കുന്ന രീതികൾ പോലും ഉണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും മതി. ഡോക്യുമെൻ്ററി എല്ലാ കാലത്തും ഒരു രേഖപ്പെടുത്തലാണല്ലോ, ഒരു ആർക്കൈവിങ് തന്നെ, വിഷ്വൽ ആർക്കൈവിങ് തന്നെ ഡോക്യുമെൻ്ററികൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഹിസ്റ്റോറിയൻസിനും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു രേഖകളാണത്. ശ്രീമതി മുക്ത ഇതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറയും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായിരിക്കും ഇതിന്റെ ഫ്യൂച്ചർ? എങ്ങനെയായിരിക്കും ഇവ സംരക്ഷിക്കപ്പെടുന്നത്? ഏത് രീതിയിലായിരിക്കും കൂടുതലായിട്ട് പ്രേക്ഷകരിലേക്ക് ഇത്തരം ഡോക്യുമെന്ററീസ് എത്തുക എന്നാണ് മുക്തയുടെ അഭിപ്രായം? ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. മോസ്റ്റ്ലി സിനിമ ഓൺലൈൻ OTT-കളിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുവിധമായ ആളുകൾ ഇത് കണ്ടുപിടിച്ച് കുറച്ചുകൂടി ഈസിയറുമാണ്. ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് സിനിമ ഇടാൻ പറ്റും. ഞാൻ ഒരുവിധം പടങ്ങൾ ഇട്ടിട്ടുള്ളത് വിമിയോയിലാണ്. അറ്റ്ലീസ്റ്റ് പേഴ്സണലി കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാനിത് പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ അല്ല ഇപ്പം. പക്ഷെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും പടം എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു മീഡിയം തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആർക്കൈവിംഗ് ആണ്. ഇതിന്റെ പല എന്താ പറയുക, ഇതിന്റെയും വാല്യൂ തിരിച്ചറിയപ്പെടുന്നത് ഒരുപാട് കൊല്ലത്തിന് പോലും ശേഷമായിരിക്കാം. കാരണം ഒരാളുടെ ജീവിത രീതിയായിരിക്കാം, അല്ലെങ്കിൽ വസ്ത്രധാരണമായിരിക്കാം. അത് ഒരു 50 years from now എങ്ങനെയായിരുന്നു 2000-ല് ജീവിച്ചിരുന്ന ആൾക്കാർ എങ്ങനെയായിരുന്നു അവരുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ വസ്ത്ര രീതി എന്നൊക്കെ അറിയണമെങ്കിൽ ഇത്തരം ഡോക്യുമെന്റേഷനുകൾ തന്നെയാണ് അതിന് എന്താ പറയാ, ലൈക്ക് അതാണ് അവരുടെ റൂട്ട്. അപ്പം ഡോക്യുമെന്ററി ഒരിക്കലും അങ്ങനെ ഇല്ലാതായി പോകുന്ന മീഡിയം ഒന്നുമല്ല. പോപ്പുലാരിറ്റി കുറവാണ്, പക്ഷെ അത് എനിക്കൊന്ന് ഡോക്യുമെന്ററിയുടെ ഓഡിയൻസ് ഗ്രൂപ്പ് പോലും അങ്ങനെ ആയതുകൊണ്ടാണ് വളരെ സീരിയസ് ആയിട്ട് അത്തരം കാര്യങ്ങൾ കാണുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു മീഡിയം. കാരണം ഇത് ആ രീതിയിൽ ഓഡിയൻസിനെ ഡ്രോ ചെയ്യുന്ന പാട്ടോ ഡാൻസോ അങ്ങനത്തെ എലിമെന്റ്സ് കുറവുള്ള ഒരു മീഡിയം ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ ആ മീഡിയത്തിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്ത് വേറെ ഫോമിലേക്ക് മാറണം എന്നല്ല, പക്ഷെ ആ മീഡിയത്തിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് നിലനിന്ന് എന്തായാലും പോകുന്ന ഒരു മീഡിയം തന്നെയാണ് ഡോക്യുമെന്ററി. ഈ സിറ്റിസൺ ജേർണലിസം വളരെ പോപ്പുലർ ആയിരിക്കുകയാണല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും
പിന്നെ ഒരു ഡോക്യുമെന്റേഷൻ നടത്താവുന്ന സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ടെക്നോളജി അതിന് സഹായിക്കുന്നതാണ്. എന്നിട്ട് പോലും പലപ്പോഴും നല്ല ഡോക്യുമെന്ററീസ് വരുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരമായിട്ടുള്ള വസ്തുതയാണ്. പക്ഷേ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചിത്രീകരിക്കാനായിട്ട് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ മാത്രം മതി. പണ്ടത്തെ പോലെ സെല്ലുലോയിഡിലൊക്കെ പിന്നെ ഡോക്യുമെന്ററീസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് സംസാരിച്ചിരുന്നു. അതൊന്നും നമുക്ക് പലപ്പോഴും പ്രദർശനത്തിന് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്നു. പക്ഷെ ഈ ഒരു മാധ്യമം വഴിയായിട്ട് നമുക്ക് ഒരു മൊബൈൽ ഫോൺ വഴിയായിട്ട് നമുക്ക് ഡോക്യുമെന്റേഷൻ നടത്താം. ഈ ഡോക്യുമെന്ററീസ് സൂക്ഷിക്കാനായിട്ട് പലതരം സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബ് പോലും അത് ആർക്കൈവൽ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കപ്പെടാം. എന്നിട്ട് പോലും നല്ല ഡോക്യുമെന്ററീസ് വരുന്നില്ല എന്നുള്ളതൊരു വാസ്തവമല്ലേ? നല്ല ഡോക്യുമെന്ററീസ് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഒരുപാട് പേര് ഡിജിറ്റൽ ഫേസിലേക്ക് പലതും ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. റീച്ചബിലിറ്റി മാത്രമായിരിക്കും കുറവ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എക്സ്പോസ് ചെയ്യേണ്ടത്, എങ്ങനെ കാണേണ്ടത് എന്ന് ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ ഒരുപാട് നല്ല ഡോക്യുമെന്ററികൾ വരുന്നുണ്ട്. ഇതിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നത് ലേറ്റർ ആയതുകൊണ്ടും ആവാം. ഇന്ന് നമ്മൾ ഇപ്പൊ ഒരു ഡോക്യുമെന്ററി കാണുമ്പോൾ എന്താ ഇത്ര ഡോക്യുമെന്റ് ചെയ്യാന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷെ അതിന്റെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് വരുന്നത് ലേറ്റർ ആയിരിക്കും തോന്നുന്നു. അല്ല, ഇത് തിരിച്ചറിയാത്തതിനേക്കാൾ ഉപരി ഇത് പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ലാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് പോലെ ഡോക്യുമെന്ററികൾ പ്രദർശിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഒരു OTT പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് വേണ്ട രീതിയിൽ ഉപയുക്തമാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താം. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡോക്യുമെന്ററി നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മാത്രമാണ് ഇപ്പൊ നമുക്ക് അമനൂർ ചാക്യാരെ പറ്റിയിട്ട് ഒരു ഡോക്യുമെന്ററി ഉണ്ട് എന്ന് പിന്നെ വെങ്കടേശ്വരൻ സാർ ഇവിടെ പറയുമ്പോഴാണ് നമ്മൾ അത് അറിയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പകർന്നാട്ടം എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. ചിലപ്പോ ആ ഒരു പേര് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ അതിൽ കൂടുതലായിട്ട് നമ്മൾ അത് അന്വേഷിച്ച് പോകുന്നില്ല പലപ്പോഴും. അപ്പോ അങ്ങനെയുള്ളൊരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇത്തരം ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ അംഗത്വം ഉണ്ടോ? സാറിനും മുക്തയ്ക്കും അംഗത്വം ഉണ്ടോ എന്നുള്ളതൊന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ഡോക്യുമെന്ററി പൊതുവെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മീഡിയമാണ്. പിന്നെ സംഘടനകളുള്ളത് ഡോക്യുമെന്ററിക്ക് എനിക്ക്, ഞാൻ മെമ്പർ അല്ല, ഡോക്യുമെന്ററി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളുടെ ഒന്നും ഞാൻ ഒരുപാട് ഡോക്യുമെന്ററി സംവിധായകരുള്ള സംഘടനകൾ 2 ഉണ്ട് എന്നാണ് ഇവിടെ അതിന്റെ വക്താക്കൾ തന്നെ ഇവിടെ വന്ന് സംസാരിച്ചിരുന്നു. അപ്പോ അതില് അംഗത്വം ഉണ്ടോ എന്നുള്ളത് ഒരു പിന്നെ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. പക്ഷെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ ഈ ഒരു സംഘടന സഹായിക്കും, ഒരു വേദി ഒരുക്കാനായിട്ട് സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പലരും പിന്നെ ഇവിടെ സംസാരിച്ചത്. വെങ്കടേശ്വരൻ സാർ ഇത്തരം സംഘടനകളായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, ഞാനും ഡോക്യുമെന്ററി ഫിലിം മേക്കർ അല്ലാത്തതുകൊണ്ട് ഞാൻ സംഘടനയിലും മെമ്പർ അല്ല. ഞാൻ ഡോക്യുമെന്ററി സ്വയം ഞാൻ ഫിലിം മേക്കറേ അല്ല വസ്തുത, അങ്ങനെ സ്വയം സങ്കല്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സംഘടനയിലൊന്നുമില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞതിൽ പറയാനുള്ളത്, ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി സിനിമ എന്ന് പറയുന്നത്, ഞാൻ ഡോക്യുമെൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്, ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറയുന്ന ഒരു ഷാനർ അതങ്ങനെ വലിയ രീതിയിൽ ഒരു കമേഴ്ഷ്യൽ സിനിമ പ്രേമലൂക്കെ കാണുന്ന പോലെ ആൾക്കാർ കാണണം എന്ന് നമ്മൾ ആവശ്യപ്പെടേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു എല്ലാ കാലത്തും ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററികൾ അല്ലെങ്കിൽ വളരെ പരീക്ഷണാത്മകമായിട്ടുള്ള റാഡിക്കലായിട്ടുള്ള എല്ലാ ആർട്ട് വർക്കും ന്യൂനപക്ഷം തന്നെയാണ്. അത് ന്യൂനപക്ഷമാണ് നമ്മൾ എന്നുള്ള ഒരു ബോധ്യവും എന്താ പറയുക, ഇത് വേണം, നമുക്ക് ബോധ്യം വേണം. ഇത് അല്ലാതെ നമ്മളൊരു നാളെ ഭയങ്കര പോപ്പുലറായ ഡോക്യുമെൻ്ററി ആണ് അല്ലെങ്കിൽ ജനം കാണുന്നില്ല എന്ന പരാതിയുടെ ആവശ്യമില്ല ഇരിക്കുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കാനും അതിൻ്റെ പ്രസക്തി കഴിയുന്നത്ര ആൾക്കാരെ എത്തിക്കാനുമുള്ള ഇതിനുള്ള പ്രസക്തി, ഡോക്യുമെൻ്ററി വളരെ വളരെ പ്രസക്തമായ ഒരു കാലമാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് ഗംഭീരമായ ഡോക്യുമെൻ്ററി ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ കർഷക സമരത്തെക്കുറിച്ച് നൗഷീൻ ഖാൻ്റെ സിനിമ, പ്രതീക് സെൻ്റെ സിനിമ, അതുപോലെ തന്നെ ഇഷ്ടംപോലെ സിനിമകൾ ഉണ്ടാകുന്ന സമയമാണ് വളരെ പ്രധാനം. പക്ഷേ ഇത് വേണ്ട രീതിയിൽ കാണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ കാണപ്പെടുന്നില്ല എന്നുള്ള ചോദ്യമില്ല. അത് ശരിക്കും ഇന്ന് നിലനിൽക്കുന്ന ടെലിവിഷനും പത്രവും മുതലായ ഒരുപാട് വ്യവസ്ഥാപിത മെയിൻ സ്ട്രീം എന്ന് വിളിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തുവിടുന്ന, അല്ലെങ്കിൽ അവർ എന്താ പറയുക, അടക്കി വെച്ചിരിക്കുന്ന ചില ധാരണകളെ പരിപൂർണമായി
അട്ടിമറിക്കുന്ന രീതിയിൽ ഡോക്യുമെൻ്ററി ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്യുമെൻ്ററി, ഇന്നത്തെ ഡോക്യുമെൻ്ററി ഫിലിം മേക്കറിൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഈ വേദികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ന്യൂനപക്ഷമായി തന്നെ സ്വയം പരിഗണിക്കുകയും വേണം. നമ്മൾ ന്യൂനപക്ഷമാണ്, അല്ലാതെ വലിയൊരു മെഗാ സംഭവമായി മാറുന്ന പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ന്യൂനപക്ഷമായി തന്നെ നിൽക്കുന്നത് എല്ലാ കാലത്തും എന്താ പറയുക, ഇത്തരം ശബ്ദങ്ങൾ ന്യൂനപക്ഷം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ അത്ര പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വലിയ പോപ്പുലർ ആവുന്നില്ല, ജനക്കൂട്ടം ഇടിച്ചു കയറുന്നില്ല എന്ന് എനിക്കത് പ്രശ്നമായി തോന്നുന്നില്ല. അങ്ങനെയാണ്, പക്ഷേ ഇത് കാണപ്പെടേണ്ടതാണ്. അതുകൊണ്ട് കാണിക്കാൻ അത് എന്തൊക്കെ രീതിയിൽ ആൾക്കാരെ കണക്ട് ചെയ്യാം, എന്തൊക്കെ രീതിയിൽ കൂട്ടായ്മകൾ ഉണ്ടാക്കാം, പുതിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം, ഇതൊക്കെയാണ് ആലോചിക്കേണ്ടത് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഓരോ മാധ്യമങ്ങൾക്കും അവരുടേതായിട്ടുള്ള ചില പ്രത്യേക നിക്ഷിപ്ത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ ചില ഡോക്യുമെന്ററീസ്, സത്യം പറയുന്ന ഡോക്യുമെന്ററീസ് ചിലപ്പോൾ അംഗീകരിക്കപ്പെടണമെന്നില്ല. പിന്നെ സമയം ഒരു വലിയ ഘടകമാണല്ലോ. ഇപ്പൊ ചാനലുകൾ കൂടുതലും വാർത്താ ചാനലുകളാണെങ്കിൽ മുമ്പ് കൊടുത്തിരുന്നത് പോലുള്ള ഡോക്യുമെന്ററീസ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. വാർത്താ ചാനലുകൾ 24 മണിക്കൂറും അരമണിക്കൂർ ഇടവിട്ട് അവര് ബുള്ളറ്റിൻസ്, അതേ ബുള്ളറ്റിനിൽ അതേ വാർത്തകൾ തന്നെ ആവർത്തിക്കുമ്പോൾ പോലും കുറച്ച് സമയം ഇത്തരം ഡോക്യുമെന്ററികൾക്ക് കൊടുക്കണം എന്ന് നിർബന്ധം കാണിക്കുന്നില്ല. വാസ്തവത്തിൽ അത് ഒരു വലിയ ഖേദകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. വേണമെങ്കിൽ അവർക്ക് കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷിതാക്കൾ ഉണ്ട് എന്നുള്ളത് അവര് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതമായിട്ട് തോന്നുന്നു. നമ്മളുടെ ഈ ചർച്ച വളരെ ഒരുപാട് കാര്യങ്ങൾ, വളരെ നമുക്ക് അറിയാത്ത പല മേഖലകളിലേക്കും ഈ ചർച്ച നമ്മളെ കൊണ്ട് എത്തിച്ചു. മാത്രമല്ല ഈ രണ്ട് സംവിധായകരും അവരുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള സൂചന തരുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്നത്തേത്. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയ ശ്രോതാക്കളായിട്ട് എത്തിയിട്ടുള്ള രാജഗോപാൽ സാറിൻ്റെ ഇവിടെ, സുരേഷ് നെല്ലിക്കോട്, ആഷിഖ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടും എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ആ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിന് അത് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് സിഗ്നലിന്റെ ഒരു പ്രശ്നമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിവരിച്ചു തന്ന് വെങ്കടേശ്വരൻ സാറിനും അതുപോലെ മുക്ത ദീദിചന്ദിനും ഈ ഇവിടെ കൂടിയിരിക്കുന്ന ശ്രോതാക്കളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറയുന്നു. ഇന്ന് നമ്മളുടെ ചീഫ് മോഡറേറ്റർ ശ്രീ ഡി പ്രദീപ് കുമാർ സാറാണ്. അദ്ദേഹത്തിന് അവിചാരിതമായിട്ടുള്ള കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പാലക്കാട് നിന്ന് ജോയിൻ ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. ഒരു യാത്രയിലായിരുന്നു. അദ്ദേഹം പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതുവരെ അദ്ദേഹത്തിന് ഇതിൽ സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി കൂടിയും ഞാൻ CS വെങ്കടേശ്വരൻ സാറിനോടും മുക്ത ദീദിചന്ദിനോടും നന്ദി പറയുന്നു. ഇവിടെ ഇത് കേൾക്കാൻ എത്തിച്ചേർന്ന ശ്രോതാക്കളോട് ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ശനിയാഴ്ച ദൃശ്യസാക്ഷ്യത്തിന്റെ പരിപാടി 14ാം ഭാഗം 7 മണിക്ക് ഇതേ വേദിയിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.